ഹലോ. ഇല്ല, കുറച്ച് കഴിഞ്ഞ് വിളിക്കേ. അതെ, ചേട്ടനൊരു പൂജയിലാണ്. ഓക്കെ. ഹലോ. ഇല്ല, പൂജയിലാണ്. അയാള് പ്രസംഗിക്കട്ടോ. വെള്ളമടിക്കുന്ന ഗാന്ധിയനെന്നും പറഞ്ഞ് നമ്മൾ പോസ്റ്റർ ഒട്ടിക്കും. വേണ്ട വേണ്ട വേണ്ട, പ്രസംഗം തടസ്സപ്പെടുത്തൊന്നും വേണ്ട. ശരി ശരി, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. இது ரொம்ப அநியாயம்டா. எவ்வளவு நேரமா நான் உன் அண்ணனை காத்துக்கிட்டே இருக்கேன். வந்திருக்கிறது பழனிவேல் செட்டியார்னு அவனுக்கிட்ட சொல்லலையா? എല്ലാം വേണ്ടതുപോലെ ചേട്ടൻ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ പൂജ കഴിയാതെ കാണാൻ പറ്റില്ല. அவ்வளவு பெரிய டைம் எடுக்குது. இது என்ன பெரிய யாகமா? உனக்கு தெரியாத சுகா, இந்த ஸ்டேட் பூரா கண்ட்ரோல் பண்ணிட்டு இருக்கிற மேடையில் தேவராஜ் இல்லையா? അവൻ തർണാകയിലെ എന്റെ ബംഗ്ലാവിന്റെ പൂമുഖത്ത് മേൽമുണ്ടഴിച്ച് അരയിൽ കെട്ടി എന്റെ വറവും കാത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എപ്പോഴോ ലീസിനെടുത്ത് അവരുടെ ലൊടുക്ക് ടാങ്കർ ലോറി പൂരാ സ്പിരിറ്റ് നിറച്ച് ആന്ധ്ര ബോർഡർ കടത്തിക്കൊടുത്ത ഞാൻ താൻ. ബാക്ക് ഇൻ 1972 ഒരു ചില്ലിക്കാശ് ഞാൻ വാങ്ങിയില്ലേ. എല്ലാമേ ക്രെഡിറ്റ് താൻ. പുരിയുതാ? പിന്നവൻ വച്ചടി വളർന്നു. എനിക്ക് നാൾക്ക് നാൾ നാശം. നിന്റെ ചേട്ടന് പഴയതൊന്നും ഓർമ്മയേ ഇല്ല. ஞாபகமே கிடையாது. பழனிவேல் செட்டியாருக்கு யாருடைய சௌஜன்யம் வேணாம். ஆனா ஒரு சின்ன அட்ஜஸ்ட்மெண்ட். இந்த தடவை உன் அண்ணன் அதனுக்கு செய்துதான் ஆவணும். വണക്കം മുതലാളി, എത്ര നാളായി കണ്ടിട്ട്. സൗഖ്യമാ? ഞാൻ നിന്നെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 3 മണിക്കൂറാച്ചു. എവിടെ തിരിഞ്ഞാലും ശത്രുക്കളാ ചെട്ടിയാരെ. അതുകൊണ്ടൊരു പൂജ കഴിപ്പിച്ചു. ശത്രു സംഹാരം. ദേവരാജ, നിനക്കറിയാമല്ലോ എന്റെ സ്ഥിതി. എങ്ങോട്ട് തിരിഞ്ഞാലും കഷ്ടവും നഷ്ടവും മാത്രം. നീ എനക്കൊരു ഉദവി പണ്ണണം. കണ്ടിപ്പാ പണ്ണണം. എന്നാ? കേരളത്തിലെ ലിക്കർ പോളിസി മാറിയതിന്റെ പിന്നിൽ നീയാണെന്ന് എനിക്ക് തെരിയും. നീ മനസ്സ് വച്ച കേരളത്തിലെ സ്പിരിറ്റ് ബിസിനസ് മുഴുവൻ എനക്ക് കിട്ടും. ലൈക്ക് ഓൾഡ് ടൈംസ് നമുക്കൊരു പാർട്ണർഷിപ്പ് ഡീൽ. ചെട്ടിയാർക്ക് എന്റെ രീതികൾ അറിയാമല്ലോ. ഐ ബിലീവ് ഓൺലി ഇൻ ക്യാഷ് ഡൗൺ ബിസിനസ്. ഏത് പർച്ചേസിനു മുമ്പും കാശ് മേശപ്പുറത്ത് വെക്കണം. അതാ എന്റെ ഒരു രീതി. ദേവരാജ, നീ എന്നെ സഹായിക്കണം. ഫോർ ഓൾ ടൈം സേക്ക്. ഐ എം സോറി, നോ നെഗോഷിയേഷൻ റിഗാർഡിംഗ് ദിസ്. നിനക്ക് വേണ്ടത് ഞാൻ കൊണ്ടുവന്നിരിക്കേ. കാശാണോ? എത്രയുണ്ട്? சொல்றேன்டா. ഫീഡ് മെമ്മറീസ്.
ഇത് പൂര നിனைവുകൾ, നിന്റെ കഴിഞ്ഞ കാലത്തിന്റെ തെളിവുകൾ. ഇത് ഉന്നുടെ പാസ്റ്റ്. എന്നെങ്കിലും ഒരിക്കൽ പ്രയോജനപ്പെടുമെന്ന് കരുതി സൂക്ഷിച്ചു വെച്ചതാണിതെല്ലാം. കേരളത്തിലെ പത്രങ്ങൾക്കും ചാനലുകൾക്കും നാളത്തേക്കൊരു സെൻസേഷണൽ ഹെഡ്ലൈൻ. നീ ആരിപ്പോ കേരളത്തിലെ പെരിയ വ്യവസായി. ഇത് വെളി വന്ന ജനങ്ങൾ ഉന്നെ ഉയരോടെ എരിച്ചിടുവാങ്ക. നൗ ക്യാൻ വി ടോക്ക് ബിസിനസ്? ഷുവർ. ഡാ ആ ശരി. ഇത് ചെട്ടിയാരുടെ ഫേവറേറ്റ് ഐറ്റമാ. നല്ല ശുദ്ധമായ വാറ്റ്. എടേ ദേവരാജ, നോ ഹാർഡ് ഫീലിങ്സ്. എനിക്ക് വേറെ വഴിയില്ലാത്തോണ്ടാ. എടേ ദേവരാജ, എന്നെ ഇത് എന്നെ ദേവരാജ ഇത് ഹലോ, അതെ എസ് ഈപ്പനാടോ? എപ്പോ? ഞാൻ അങ്ങോട്ട് വരാം.
ഇത് ഓട്ടം പോവോ? ഇത് പോവില്ല. ദാ അവിടെ. അവിടെയോ? ആ അവിടെ. പോവോ? എങ്ങോട്ടാ? ദാ, കേറ്. ആ കേറ് കേറ്. 50 രൂപയാവും. അവിടെ തന്നെ കാണാൻ വർത്താനം വേണ്ടെന്ന് വെച്ചിട്ട് പറയാ. ഇത് വർക്ക് ചെയ്യില്ലേ? ഇത് ഓടില്ലേന്ന്? ഓടും, പക്ഷെ ഓടിക്കാറില്ല. അതെന്താ? അതങ്ങനെയാ. കൂടുതൽ ഡയലോഗ് ഒന്നും വേണ്ട സാറേ. 50 രൂപയ്ക്ക് സമ്മതമാണേ പോവാം. അല്ലെങ്കിൽ ആളെ മെനക്കെടുത്ത് അത് വണ്ടി കാലിയാക്കി. അങ്ങനെ പറഞ്ഞാൽ ശരിയാവോ? സ്റ്റാൻഡിൽ കിടക്കുന്ന ഓട്ടോ ഓട്ടം വിളിച്ചപ്പോ ഉണ്ടേ? ആഹാ, ഇങ്ങോട്ട് ഇറങ്ങിക്കേ. ഇറങ്ങാൻ. ആഹാ, ഇങ്ങോട്ട് ഇറങ്ങാൻ. ഇറങ്ങിക്കേ. വേണ്ട. വീര, എന്താണ് രാവിലെ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിള്? പുതുതായിട്ട് വകുപ്പ് പഠിപ്പിക്കാമെന്ന സാറാ. സ്റ്റാൻഡിൽ കിടക്കണ ഓട്ടോ വിളിച്ചാ പോണം. അതും മീറ്റർ ഇട്ട് ഓടണം. സംശയം വല്ലോണ്ട് ചോദിച്ച് ക്ലിയർ ആയിക്കോ. എപ്പോഴും സാറിനെ കൈ കിട്ടിന്ന് വരില്ല. ഒന്ന് മാറിക്കേ. അണ്ണാ വണക്കം. വണക്കം വണക്കം. എന്താടാ ദൈവം. എന്താണ് പ്രശ്നം? അതെ ചേട്ടാ, ഞാനിവിടെ ആദ്യമായിട്ടാണ്. ആ. ഈ സ്ഥലം നല്ല പരിചയം പോരാ. ആഹാ. ഫോണിന്റെ അഡ്രസ് കയ്യിലുണ്ട്. ഈ ചങ്ങാതിയിൽ ഓട്ടോയിൽ കയറിയപ്പോ മൂപ്പര് പറയാം അവിടം വരെ പോകാൻ 50 ഉറുപ്പ്യാവൂത്രേ. മീറ്ററിൽ കാണുന്ന തുക തരാന്ന് പറഞ്ഞിട്ട് സമ്മതിക്കണില്ല. ഇവിടെ മീറ്റർ ഓടിക്കില്ല അത്രേ. അത്രേ ഉള്ളൂ. ഇത് വെറും സിമ്പിൾ ഇഷ്യൂ അല്ലേ? അതെയോ? നമുക്ക് വഴിയുണ്ടാക്കാം സാറേ. സാർ ഇപ്പൊ പറഞ്ഞില്ലേ ഇവിടെ ആദ്യമായിട്ട് ആ സ്ഥലം നല്ല പരിചയമില്ലാന്നൊക്കെ. ഉവ്വ്. അതായത് ഒരു മൂല കാരണം. ഈ നാടത്ര ശരിയല്ല സാറേ. ഇവന്മാരൊക്കെ മഹാപെശക ടീമുകളാണെന്നേ. അതുകൊണ്ട് രാവിലെ വഴക്കിനും വക്കാണത്തിനും നിൽക്കാതെ പറഞ്ഞ കാശ് സംബന്ധിച്ച സ്ഥലം വിട്ടോ. കൂടെ ലേഡീസ് ഒക്കെ ഉള്ളതല്ലേ. എടാ വീര വണ്ടി എടുത്തോ, സംഗതിയൊക്കെ സോൾവ് ആയി. അതെ ചേട്ടാ, നമ്മളാരാ മനസ്സിലായില്ല. ഓഹോ, നമ്മളൊരു പാവം അല്ലറ ഇല്ലറ ട്രേഡ് യൂണിയൻ പ്രവർത്തനമൊക്കെ ഉണ്ട്. ഓൾ കേരള ഓട്ടോ ഡ്രൈവേഴ്സ് കോൺഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറിയാണ് സദാനന്ദൻ. ഹാവു, ആശ്വാസായി. അതെ സദാനന്ദൻ ജി, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാ എനിക്ക് ഈ ഓട്ടോയിൽ തന്നെ പോണം. അതും മീറ്റർ ഇട്ട് തന്നെ പോണം. അതൊരു സാധാരണ ഉപഭോക്താവിന്റെ അവകാശമല്ലേ. സദാനന്ദൻ ജിയെ പോലൊരു തൊഴിലാളി നേതാവിന് അത് മനസ്സിലാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. അവകാശം പറയാൻ കാലുകുത്തിയ കളം തെറ്റിപ്പോയി മോനു. വെറുതെ വെടക്കാക്കാൻ നിക്കണ്ട. നല്ല ബുദ്ധി പറഞ്ഞോട് പെങ്ങളെ. കൈയെടുക്കും. കൂടുതൽ ഷൈൻ ചെയ്യില്ലേ. ഞാനൊന്ന് കഴിഞ്ഞൊടിച്ചാൽ ഈ പിള്ളേരെല്ലാം കൂടെ കൊത്തി നുറുക്കും. പിന്നെ എന്താ ഇവിടെ പ്രശ്നം സാധനം? ഈ പുന്നാരമോൻ എന്റെ കാലിനിടെ തന്നെ ചെയ്ത് പഠിക്കണമെന്ന് പറഞ്ഞു കൊടുറോ അവനോട്. മൊയിലേറെ ഓത്തൊളിപ്പിക്കണ്ട. എന്താടാ നിനക്ക് കോർക്കാൻ സദാനിച്ചേ കിട്ടിയുള്ളോ? ഇല്ല സാർ, ഞാൻ ഓട്ടം വിളിച്ചപ്പോ മീറ്റർ ഇട്ട് പോവാൻ. മീറ്ററോ? എന്ത് മീറ്റർ? അല്ല സാർ, ഞാൻ ഈ ഓട്ടോയുടെ ഓട്ടോയോ? ഏതോട്ടോ? സാറിന്റെ അമ്മായിയമ്മയ്ക്ക് പേറ്റുനോവുണ്ടായപ്പോ കെട്ടിയെടുത്തോണ്ട് പോയ ഓട്ടോ ഇല്ലേ, സെയിം ഓട്ടോ. പോലീസുകാരെയാണോടാ കളിപ്പിക്കുന്നത്? നിന്നെ ഞാൻ
ഇവിടെ വാടാ. എടാ സദാനന്ദ, ഈ 3 ചക്രമുള്ള സാധനം സാധാരണക്കാരന്റെ വാഹനമാടാ. സ്ഥലപരിചയമില്ലാത്ത ഒരാൾ ഇവിടെ ഒന്ന് ഇറങ്ങുമ്പോൾ അയാളെ എത്തേണ്ടടുത്ത് എത്തിക്കാനുള്ള സാമൂഹിക ഉത്തരവാദിത്വം ഇത് ഓടിക്കുന്നവനുണ്ട്. അല്ലാതെ പുറകിലിരിക്കുന്ന യാത്രക്കാരനെ കഴുത്തറുത്തുകൊള്ള ശത്രുവായിട്ടല്ല കണ്ടത്. കേറടാ, കേറ്. നിയമം നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ. കേറ്. വണ്ടി എറാ, വണ്ടി എറാ, എറാ വണ്ടി. ആ ചെല്ല്, നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടോ. 15 ഇത് മതിയാവും. അവിടെ ചെന്ന് ഒരു പരാതി എഴുതിക്കൂടെ, ഞാൻ നിന്നെയൊക്കെ നല്ല ചാർത്തി എന്ന് പറഞ്ഞിട്ട്. തല്ലിയതൊരു പോലീസുകാരനെ കൂടെ ആവുമ്പോ കേസ് നല്ല സ്ട്രോങ് ആവും. വണ്ടി എറാ, വണ്ടി എറാ. ആ നിക്ക് 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 നിക്ക്. പരാതി എഴുതി കൊടുക്കാൻ നിനക്ക് എന്റെ പേരറിയോ? ഇല്ല. ഭദ്രൻ, ഭദ്രൻ കെ മേനോൻ. എവിടെ പോയി ഒളിച്ചാലാ പന്നിയുടെ മോനെ പൊക്കണം സാറേ. അവനെ അകത്ത് കയറ്റി ഇടിച്ച് ഇഞ്ച പരുവാക്കണം. അല്ലെങ്കിൽ എനിക്കോ ഈ വർഗീസിനോ നാട്ടിൽ തലയും പൊക്കി നടക്കാൻ പറ്റില്ല. എങ്ങാണ്ടെന്നോ വന്നൊരു ചെറ്റയുമായി കോർത്ത് ഞാൻ തോറ്റു എന്നറിഞ്ഞ ആ നിമിഷം ദേവരാജ മുതലാളി എന്റെ പേര് വിട്ടു. അത് ഓർക്കുമ്പോ എന്റെ കൈയും കാലും വിറക്കിയ. സാറേ, പറയുന്നത് അവിവേകമാണെങ്കിൽ പൊറുക്കണം. എന്നാലും പറയാ, ഈ ജങ്കാർ ജെട്ടിയിൽ ഓട്ടോക്കാരെ കുറിച്ച് പരാതി കിട്ടാത്ത ഒരൊറ്റ ദിവസം പോലുമില്ല. നാട്ടുകാർ അവന്മാരെ വിളിക്കുന്ന എന്താണെന്നറിയോ? ഓട്ടോ കമ്പനിന്ന്. ക്രിമിനൽ കേസിൽ പ്രതിയാകാത്ത ഒരൊറ്റ പോലും അവരുടെ കൂട്ടത്തിലില്ല. സാറേ, ഇവന്റെയൊക്കെ ശരിക്കുള്ള തൊഴിൽ ദേവരാജൻ മുതലാളിക്ക് വേണ്ടി കള്ളച്ചാരായം കടത്തലും തല ഒഴിപ്പിക്കലും ഒക്കെയാ. നിർത്തല. നിന്റെ അഭിപ്രായം ആരെങ്കിലും ചോദിച്ചോ? ഇരാ പൊന്നുമോനെ, പോലീസ് ട്രെയിനിങ്ങിന്റെ പുതുമോളിയും കൊണ്ട് ക്രമസമാധാനം പഠിപ്പിക്കാൻ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വന്നാലുണ്ടല്ലോ, കാച്ചിക്കളയും ഞാനീ പറയുന്നതേ താനും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിട്ടാ. ഇടൂ സദാനന്ദ, ഓട്ടോ കമ്പനിയെ ഒറ്റയ്ക്ക് നിരത്തിയിട്ട് തന്നെയും വർഗീസിനെയും പരാതി തരാൻ ഇങ്ങോട്ട് കയറ്റിവിട്ടവൻ അവൻ വെറും അത്താഴം മുടക്കിയല്ല, ഏതോ മുന്തിയ ഇനവാ. എന്ത് മുന്തിയ ഇനമാണേലും അവന്റെ വിഷപ്പല്ല് പറിച്ചെടുക്കണം സാറേ. ഈ സദാനന്ദന് നേരെ പൊങ്ങിയ കൈ ഇനി ഒരു പിടി അന്നം വാരാൻ പോലും അവന് ഉപകാരപ്പെടരുത്. അപ്പോഴേ നമ്മൾ എന്തിനെങ്കിലും എടുത്തിയാടി പുറപ്പെടുന്നതിന് മുമ്പ് 2 വട്ടം ആലോചിക്കുന്നത് നല്ലതാണ് കേട്ടോ. അവൻ ഇനിയടാ സദാനന്ദ, ഓ ഇവനാണല്ലേ നീയെല്ലാം കൂടി പറഞ്ഞു പെരുപ്പിച്ച മഹാ അവതാരം. ഒന്ന് നിക്കടാ. സമ്മതിച്ചടാ നിന്റെ ചങ്കൂറ്റം. പോലീസുകാരനെ ഇടിച്ച് താഴെയിട്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്ന് വിരിഞ്ഞു നിൽക്കുന്നോടാ നാറി. കണ്ടവനൊക്കെ പിടിച്ചു വെച്ചു കൊടുക്കുന്ന നിന്റെ ഈ നാറിയ കൈയും കൊണ്ട് എന്റെ നേർക്ക് വന്നാ തിരുമ്മിത്തരിഞ്ഞാൻ. ഇങ്ങനെ തിരുമ്മി. എനിക്കറിയാം, പറയട്ടെ. KPS ബാർ SO ബാർ 1966 ബാർ 2001. Special order for cancellation of suspension and reinstatement of Sub-Inspector E. Penn. ഭരണം മാറിയപ്പോ ചുളിവിലിതങ്ങ് ഒപ്പിച്ചെടുത്തു അല്ലേ? സസ്പെൻഷനും റദ്ദാക്കി ഇവിടെ ഒരു പോസ്റ്റിംഗും തരപ്പെടുത്തി ഈ കസേരയിലോട്ട് കയറി ഞെളിഞ്ഞിരുന്നിട്ട് മാസം 6 ആയുള്ളൂ. കാര്യങ്ങളൊക്കെ ഒന്നിങ്ങനെ പച്ച പിടിച്ചു വരുന്ന സമയത്ത് വെറുതെ എന്തിനാ ഇപ്പൊ നമ്മള് തമ്മിലിപ്പോ ഒരു പ്രശ്നം? സാർ, ഓ അല്ല സാറിനെ മനസ്സിലായില്ലേ? ഓ സാറ്, അത് കൊള്ളാം. അതിനെന്താ, മനസ്സിലാക്കി തരാലോ. കാര്യങ്ങള് നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. അകത്തോ? അകത്തല്ല, അകത്ത്. അയ്യോ, അത് സിഐയുടെ റൂമാ. എന്തിനാ? ഓൾ കേരള ഓട്ടോ ഡ്രൈവേഴ്സ് കോൺഫെഡറേഷൻ ഇവിടെ ഉണ്ടാവണം. അകത്തേക്ക് വരണം വിളിക്കുമ്പോ. സാറ് വരുന്നവരും ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ തന്നെ നേരിട്ട്. ആളറിയാതെ ഒരു അബദ്ധം പറ്റിപ്പോയതാ. ഇദ്ദേഹം അത് മുൻപരിചയമില്ലാത്ത സ്ഥലത്ത് വന്നുപെട്ട ഒരു കുടുംബത്തെ സംഘം ചേർന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിക്കുമ്പോ കണ്ണും പൂട്ടി നോക്കി നിൽക്കുന്നത് എന്തുപകാരസ്മരണയുടെ പേരിലായാലും ശരി, തെറ്റാണ്. അക്ഷന്തവ്യമായ തെറ്റ്. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാതെ തന്നെ അറിയാൻ ശേഷിയുള്ളവരാണ് പോലീസുകാരിൽ പലരും. പക്ഷേ എവിടെ ഉണ്ടാവുമല്ലോ നാണം കെടുത്താനായിട്ട് കുറെ ഈപ്പന്മാർ, അല്ലേ ഇപ്പ?
എന്റെ സ്റ്റേഷൻ അതിർത്തിക്കുള്ളിൽ ഇനിമേൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവരുത്, ഉണ്ടാവാൻ പാടില്ല. സർ, നിലവിലുള്ള പെൻഡിംഗ് കേസസിന്റെ മുഴുവൻ ഡീറ്റെയിൽസും എനിക്ക് കിട്ടണം, വിത്ത് ദർ കറന്റ് സ്റ്റേറ്റസ്. കിട്ടിയില്ല. ഫുഡൊക്കെ കഴിച്ചോ? ഇല്ല സാർ. കഴിച്ചു സർ. എന്നാ ചെല്ല്. ആ, ഇപ്പോ എന്തോ ഇപ്പൊ പറഞ്ഞ ഫയലുകളൊക്കെ നാളെ രാവിലെ കൃത്യം 10 മണിക്ക് എന്റെ മേശപ്പുറത്തുണ്ടാവണം. ഓൺ മൈ ടേബിൾ. സർ. നീ എന്താ ചെയ്യുന്നേ? അമ്മ അച്ഛൻ എവിടെ? ആ, കണ്ണന് പുതിയ സ്കൂളിലൊക്കെ പോണ്ടേ? അവിടെ കളിക്കാൻ എന്തൊക്കെയുണ്ടെന്നറിയോ? അച്ഛൻ പോയി കണ്ണന്റെ അഡ്മിഷനൊക്കെ ശരിയാക്കി ഇപ്പൊ വരും. അച്ഛൻ വന്നിട്ട് ദൈവമേ വരാറായല്ലോ. ആ മോള് നല്ല കുട്ടിയെ ഇവിടെ ഇരുന്ന് കളിച്ചോളണം. അമ്മ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. നിന്റെ അച്ഛന് വിശന്നാ പിന്നെ കണ്ണ് കാണില്ല. ബെഗനാ, തനി ബെഗൻ. ലോഡത്ത് സ്റ്റവും വെച്ച് എന്ത് ചെയ്യും ഞാൻ? യൂണിഫോം ഇട്ട് ആ പോലീസ് ജീപ്പിൽ ഒന്ന് അവിടെ വരെ പോയാ മതി. അപ്പൊ ആ ഗ്യാസ് ഏജൻസിക്കാര് സിലിണ്ടർ എടുത്ത് ജീപ്പിൽ വെക്കും. ചെയ്യില്ലല്ലോ. അധികാര ദുർവിനിയോഗ അത്രേ. ആരാണോ ഇങ്ങനെ വായിക്കൊള്ളാത്ത വാക്കൊക്കെ കണ്ടുപിടിച്ചത്? നിന്റെ അച്ഛൻ. എത്തിയോ? ആ കൊള്ളാലോ. വന്നിറങ്ങി ബോർഡ് തൂക്കി ഉടനെ കിട്ടിയില്ലോ 5-6 രോഗികളെ. ഇവിടെ ഒന്നും നല്ല ഡോക്ടേഴ്സ് ഇല്ലാന്ന് തോന്നുന്നു. ആ അതേ, ഇപ്പൊ ആൾക്കാർക്കൊക്കെ ഹോമിയോപ്പതിയിൽ നല്ല വിശ്വാസം. അതിവിടെ പറഞ്ഞിട്ട് എന്താ കാര്യം? ആ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലല്ലോ. എന്താ? എടോ അതുകൊണ്ടല്ല, താൻ കൊടുക്കുന്ന മരുന്ന് കഴിച്ചിട്ട് ഇന്ന് വരെ ഒരു രോഗിയും രക്ഷപ്പെട്ടായിട്ട് എന്റെ അറിവിലില്ല. ആ സാറേ, ഹോമിയോപ്പതി എന്ന് പറഞ്ഞ ലോങ് ടേം ട്രീറ്റ്മെന്റാ. അസുഖം വേരോടെ പറിച്ചെടുക്കാൻ സമയെടുക്കും. ഇതുവരെ എനിക്കതിന് ഭാഗ്യം ഉണ്ടായിട്ടില്ല. എവിടെയെങ്കിലും ചെന്ന് 5-6 പേഷ്യൻസിനെയും കിട്ടി അവർക്ക് ആദ്യത്തെ ഡോസ് മരുന്ന് കൊടുക്കും. അപ്പോഴേക്ക് ഇയാൾക്ക് സ്ഥലം മാറ്റോ സസ്പെൻഷനോ ആവും. പിന്നെ എല്ലാം കെട്ടിപ്പെറുക്കി അടുത്തടുത്തേക്ക്. ഇവിടെയെങ്കിലും ഒന്ന് ഉറച്ചാ മതിയായിരുന്നു. വന്നിറങ്ങിയ ലക്ഷണം കണ്ടിട്ട് ഇവിടെയും തദൈവ. ഇല്ലടോ, ഇവിടെ ഒരു കുഴപ്പമുണ്ടാവൂല. നാട്ടുകാരെ മുഴുവൻ താൻ തന്റെ പഞ്ചാര ഗുളിക കൊടുത്ത് ഒരു വഴിക്കാക്കിക്കോ. പിന്നെ ഒരാഴ്ചയായി സാധനങ്ങൾ ഷിഫ്റ്റിങ്ങും എടുത്തു വെക്കലും ഒക്കെ ആയിട്ട്. അപ്പൊ എങ്ങനെയാ? എന്ത്?
ആരാ നിങ്ങളൊക്കെ? ആ സാമ്പാർ കുറച്ചും കൂടി ക്ഷമിച്ചി. ഇല്ല വേണ്ട, ഞാൻ തന്നെ എടുക്കാം. ഓക്കെ. അല്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ മനസ്സിലാക്കി തരാം. ഇരിക്കെ. എന്താ നിങ്ങൾക്ക് വേണ്ടേ? വേണ്ടത് എന്താന്ന് പറഞ്ഞ തരുവോ മാഷെ? എടാ ഇതാടാ ഇഡ്ലി സാമ്പാറും. നമ്മുടെ ചായക്കടക്കാരൻ കേശവനുണ്ടല്ലോ, ആ തെണ്ടിയോട് പോയി പറയണം ഇവിടെ വന്ന് ഈ അമ്മച്ചിക്ക് ശിക്ഷപ്പെടാം. അത് ശരിയാ. ദൈവത്തെ ഓർത്തൊന്ന് പറ, ആരാ നിങ്ങളൊക്കെ? എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? നാക്കി നെരി പോകുന്നതിന് മുമ്പ് ചൂട് ചായ ഒരു പുകയും ഒടുക്കത്തെ ഫീലിംഗ് ആ മോളെ. എല്ലാം കൂടി കുറെ ലോഡടിക്കേണ്ടി വരും, അല്ലാണ്ട സോമു? പിന്നെ അങ്ങനെ അങ്ങ് ഒതുക്കി മാറ്റാൻ പറ്റുമോ? ടെൻഷൻ വേണ്ട മാഷേ. ഇന്ന് വൈകുന്നേരം ആവുമ്പോഴേക്കും ഈ സാധനങ്ങളൊക്കെ മാറ്റി ഈ വീട് ഞങ്ങൾ അങ്ങ് കാലിയാക്കി തരാം. കാലിയാക്കാനോ? എന്താ ഈ പറയുന്നേ? എന്തിനാ ഇതൊക്കെ ഇവിടുത്തെ അടുത്ത് മാറ്റുന്നേ? എന്താ മാഷ ഇത്? വിറ്റ വീട്ടിൽ ഈ സാധനങ്ങൾ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാനൊക്കോ? വിറ്റ വീടോ? എന്റെ വീട് ഞാൻ ആർക്കും വിറ്റിട്ടില്ലല്ലോ. ഈ ദേവരാജന്മാരുടെ ഓരോ തമാശകള്. അങ്ങനെ ഓരോ വസ്തുക്കൾ വാങ്ങും, പക്ഷെ വിൽക്കുന്നവരും അറിയാല. ഇത് തന്നെയാ നമ്മുടെ ഹസൻ കോയ്ക്കും പറ്റിയത്. അയാളുടെ ഹോട്ടൽ മുതലാളി വാങ്ങി, പക്ഷേ ഞങ്ങൾ പറഞ്ഞപ്പോഴാണ് അയാളത് അറിയുന്നത്. അയാളുടെ മോനൊരുത്തനുണ്ടായിരുന്നു, ആ പന്തിക്ക് വാശി ഒഴിഞ്ഞു തരാൻ പറ്റിയല്ലാന്ന്. പിന്നെ ഞങ്ങൾ അവനെ അങ്ങോട്ട് ഉറക്കി. ആഹാ, അപ്പൊ അതാണ് കാര്യമല്ലേ? നാള് കുറയായി നിന്റെ ഈ ദേവരാജന്റെ പിണിയാളുകൾ എന്റെ തറവാടിന്റെ കോലായിൽ കയറി ഇറങ്ങുന്നു. അയാൾക്ക് ഇവിടെ സായിപ്പന്മാരെ കുളിപ്പിക്കുന്ന റിസോർട്ട് തുടങ്ങണം പോലും. പട്ടിണിയും പരിവട്ടവും ഉണ്ട്. പക്ഷേ എന്റെ പരദേവതയുടെ കടാക്ഷമുള്ള ഈ മണ്ണ് ഒരു കള്ളുഷാപ്പുകാരനും ഞാൻ തീരെഴുതി കൊടുക്കില്ല. വെറുതെ ആംബിയർ കൂട്ടി തടി ബെടക്കാക്കാൻ നോക്കണ്ട. നിന്റെ ഈ വീടും പറമ്പും തീരെഴുതിയ പ്രമാണമായത്. മുതലാളിക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട്, യശോധരൻ. അയാളുടെ പേർക്കാ തീരെഴുതി കൊടുക്കണ്ടേ. വെറുതെ അല്ലടോ, 10 ലക്ഷം രൂപ തന്റെ അണ്ണാകിലോട് കുത്തി കയറി തരും അഡ്വാൻസ്. ഇത് വാങ്ങിച്ച് മര്യാദയ്ക്ക് രജിസ്റ്റർ ഓഫീസിൽ വന്ന് ഒപ്പിട്ട് തന്നോ. ഭീഷണിയാണോ? കടക്കട എന്റെ പടിക്ക് പുറത്ത്. ഹലോ സർ, എന്റെ വീട് കുറെ പേർ ചേർന്ന് ആക്രമിക്കുന്നു. അതെ, പെട്ടെന്ന് എത്തണം സർ. അഡ്രസ് പത്മനാഭൻ, കോയിക്കര. ആ അതെ. ഓ അറിയിക്കേണ്ടവരെയൊക്കെ വിവരം അറിയിച്ചല്ലോ. അപ്പൊ നമുക്കിനി കളി തുടങ്ങാം. അവിടെ എന്താ എന്താ ഇത്? എന്തു പറ്റി? ആരാടാ നീ? എന്താടാ ഇത്? വിട്ടുപിടി സാറേ, വേണ്ടാത്തടത്ത് കിണ്ടി കളിക്കല്ലേ.
ഞാൻ പറയുന്ന കേൾക്ക്, ഇത് മുതലാളിയുടെ സെറ്റപ്പാ, നമ്മൾ ഇതിൽ ഇടപെടണ്ട. ഒന്ന് വിടുവോ എന്നെ? എടാ, ഇത്രയും വലിയ തന്തയിലായ്മ നോക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റുള്ളൂ ഒരു പോലീസുകാരന്? ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി സാറിന്റെ ഇഷ്ടം. അറിയാവല്ലോ നമ്മുടെ പി സി റഹ്മാന്റെ കേസ്. ഇപ്പൊ കുടുംബം തരില്ല. കുഞ്ഞുകുട്ടി പരാതിയുള്ള ആൾക്കാരാ നമ്മളൊക്കെ. വെറുതെ മുതലാളിയായിട്ട് ഇടഞ്ഞോണ്ടൊരു ഇടപാട് വേണേ അയക്കോ, പക്ഷെ എന്നെ വിട്ടേര്. ദൈവത്തെ ഓർത്ത് ഞങ്ങളെ രക്ഷിക്കണം. നിങ്ങൾക്കും ഇല്ലേ കുടുംബവും കുട്ടികളും ഒക്കെ? അതൊക്കെ ഉള്ളതുകൊണ്ടാ മാഷ ഞങ്ങൾ പോകുന്നത്. വെറുതെ സംഗതി വഷളാക്കാതെ അവര് പറയുന്നത് എന്താണെന്ന് വെച്ചാ ചെയ്യ്. തീറാധാരൻ രജിസ്റ്ററാക്കി കൊടുത്തപ്പോ അവരെന്നെ ഏൽപ്പിച്ച തുകയാ ഇത്. എത്രയുണ്ട്? 10 ലക്ഷം. 6 ലക്ഷത്തിന്റെ ഡിഡിയും ബാക്കി കാശും. അതിൽ 50,000 രൂപ അവന്മാരെടുത്തു. സ്വന്തമെന്ന് പറയാൻ ആ കൂടെ ഉണ്ടായിരുന്ന മുതല. കാരണം അവന്മാര് കൈമാറി തന്ന സുഹൃതം അതും കൈവിട്ടു പോയല്ലോ എന്ന് ഓർക്കുമ്പോ. ഏതായാലും ദേവരാജൻ മുതലാളി ഇങ്ങനെ ഒരു അക്രമം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മുതലാളിക്ക് റിസോർട്ട് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇയാളുടെ വീട് തന്നെ വേണമെന്നുണ്ടോ? അതും ഏതോ യശോധരന്റെ പേരിൽ തീരു നടത്തിയിട്ട്. അതുകൊണ്ട് സാറേ, നമുക്ക് വിശദമായിട്ടൊന്ന് അന്വേഷിച്ചിട്ട് വന്ന് മാഷ് ചായ കുടിക്കും. മാഷ് ഫോൺ ചെയ്തപ്പോ ഇവിടുന്ന് വന്നത് ഹെഡ് കോൺസ്റ്റബിൾ സുകുമാരൻ നായരും കോൺസ്റ്റബിൾ വർഗീസുമാണെന്ന് ഉറപ്പല്ലേ? അതെ. അതിന് സുകുമാരൻ നായർ ഇവിടെ വന്നിട്ടേ ഇല്ലല്ലോ. അയാളിന്ന് ലീവാ സാറേ. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് കാര്യങ്ങളൊക്കെ വിശദമായിട്ടൊന്ന് വർഗീസ് സർ. വർഗീസ് ഇദ്ദേഹത്തെ അറിയോ? ഏയ് ഇല്ല സാർ. മുമ്പ് കണ്ടിട്ടേ ഇല്ല? എന്തോ പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്നില്ല സാർ. മാഷ് ഇന്നിവിടെ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ ആരോ ചിലർ കയറി പ്രശ്നം ഉണ്ടാക്കിയപ്പോ മാഷ് എനിക്ക് എന്ന പരാതിയിൽ എഴുതിയിരിക്കുന്നത് വർഗീസും സുകുമാരൻ നായരും കൂടി അവിടെ ചെന്നിരുന്നു എന്നാണ്. ശരിയാണോ? അയ്യോ ഇല്ല സാർ, സുകുമാരൻ സാറിന് ലീവാ. ഞാനാണെ നമ്മുടെ ആ രാമൻ വൈദ്യരുടെ ആക്സിഡന്റ് കേസ് അവിടം വരെ ഒന്ന് പോയി വൈദ്യരുടെ മൊഴിയെടുക്കാനേ. അല്ലാതെ ഇങ്ങേര് പറയുന്ന പോലെ ഇവിടെ ആരും വിളിച്ചിട്ടുമില്ല, ഞാനൊട്ട് അങ്ങോട്ട് പോയിട്ടുമില്ല. അയ്യോ, ഞാൻ പറയുന്നത് വിശ്വസിക്കണം സാർ. സത്യം മാത്രമേ ഞാൻ ബോധിപ്പിച്ചിട്ടുള്ളൂ. ഇയാൾ എന്തോ പറഞ്ഞേ? ഇവിടുത്തെ പോലീസ് എല്ലാം കൂടി ഇയാൾക്കിട്ട് പണി തന്ന ഒരുമാതിരി മറ്റേടത്ത. ഒരു മിനിറ്റ് സർ. എന്താ സാർ? അതായത് ഈ പരാതി പറയാൻ വരുന്ന പാവങ്ങളോട് മാന്യമായിട്ട് പെരുമാറിയില്ലെങ്കിൽ നിന്റെ ഈ ചീർത്ത ശരീരത്തിൽ കയറി ഞാൻ അങ്ങോട്ട് മേയും കിട്ടണോ കോപ്പേ? അപ്പൊ പറഞ്ഞു അതാ നല്ലത്. മാഷുവാ, മാഷി ഈ വസ്തു എഴുതി കൊടുത്തു എന്ന് പറഞ്ഞ യശോധരനെ മുമ്പ് കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ഇല്ല. നമുക്കൊന്ന് അവിടം വരെ പോവാം മാഷേ. മാഷിന്റെ ഈ തറവാട്ടിലേക്ക്. അപ്പൊ അങ്ങനെ ചെയ്യാം അല്ലേ? അതാണ് റഷീദ്. മാഷോ? എന്താ മാഷെ പോലീസൊക്കെ ആയിട്ട്? സംതിങ് റോങ്? മിസ്റ്റർ യശോധരൻ അല്ലേ? അതെ. എന്ത് ചെയ്യുന്നു? ഞാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്നു PWD-യിൽ. 2 വർഷം മുമ്പ് റിട്ടയർ ചെയ്തു. എന്താ സാർ കാര്യം? അതെ, ഞങ്ങൾക്ക് ഈ പത്മനാഭൻ മാഷിന്റെ ഒരു പരാതി കിട്ടിയിട്ടുണ്ടേ. നിങ്ങൾക്ക് ഈ വീട് വിറ്റിട്ട് സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ചില വാല്യുബിൾ ഐറ്റംസ്, അതായത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ബിലോങ്ങിങ്സ് ഇവിടെ കാണാണ്ടായിട്ടുണ്ട്. അപ്പൊ സാറ് പറഞ്ഞു സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്തവന്മാരെ പിടിച്ച് കൊടയുന്നതിന് മുമ്പ് ഇവിടെയൊക്കെ ഒന്ന് അരിച്ചു പറക്കണമെന്ന്. യു ഡോണ്ട് മൈൻഡ് ഡു യു? പ്ലീസ്. വാല്യുബിൾ ഐറ്റംസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ സാർ കാണാതായത്? എന്തോ അല്ല, ഈ വാല്യുബിൾ ഐറ്റംസ് കിണ്ടി, പിന്നൊരു കോളാമ്പി. മാഷിന്റെ അച്ഛനപ്പൂപ്പന്മാര് പരമ്പരാഗതമായിട്ട് തുപ്പുന്നല്ലേ, ഭയങ്കര വാല്യുബിൾ അല്ലേ? എനിക്ക് വയ്യ. റഷീദ് സാർ, ദിസ് വേ. ഓക്കെ.
ഛേ, ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ മാഷേ. അപ്പൊ നമുക്കിനി അവന്മാരെ പൊക്കാം, ആ ലോഡിംഗ് അൺലോഡിംഗ് പാർട്ടീസിനെ. റഷീദ് സർ വരൂ. ഓക്കെ മിസ്റ്റർ യശോധരൻ, സോറി ഫോർ ദ ട്രബിൾ. ദാറ്റ്സ് ഓൾ റൈറ്റ്. ഈ വീട് എത്ര രൂപയ്ക്ക് മേടിച്ചു എന്നാ പറഞ്ഞത്? 10 lakhs. 6 lakhsന്റെ ഡീഡിയാണ് ഡ്രോൺ ഓൺ SBI ആലപ്പി. ബാക്കി 4 lakhs ഇൻ ക്യാഷ്. ഞാനും മാഷും തമ്മിൽ അണ്ടർസ്റ്റാൻഡിംഗ്. ഇതൊരു ഹെൽത്ത് റിസോർട്ടായിട്ട് കൺവേർട്ട് ചെയ്യണമെന്നാ പ്ലാൻ. ടൈപ്പിന് 2-3 ബിഗ് പ്ലേയേഴ്സ് വന്നിട്ടുണ്ട്. നെഗോഷിയേഷൻസ് ആർ ഓൺ. ഒരു ചോദ്യത്തിന് ഇത്രയും ഉത്തരങ്ങളോ? വാട്ട് ഡു യു മീൻ? അല്ല, സാധാരണ കള്ളന്മാരോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴേ ഒരു ഉത്തരം പറയാറുള്ളൂ. പതിവ് തെറ്റിച്ചപ്പോ ചെറിയൊരു കൺഫ്യൂഷൻ, അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ. ഇന്നലെ എത്ര എണ്ണം വീശി? ഈശ്വര, പുലിവാലായല്ലോ. ആ അശോക, കണ്ടല്ലോ. ഇവൻ നമ്മൾ വിചാരിച്ചോളൊന്നുമില്ല, കാഞ്ഞ മോനാ. തന്നെ എങ്ങനെ അകത്തവൻ കാണുകൂടി ചെയ്തിരുന്നെങ്കിൽ ഞാൻ വരണ്ടുപോയി. സമാധാനപ്പെടു സാറേ, നമ്മളിത് അത്ര കഴിഞ്ഞതാ. പക്ഷെ ആ പത്മനാഭൻ, അവൻ ഇനി കേസും പറഞ്ഞ് കണ്ടടം കയറി നിരങ്ങരുത്. അതിന് വേണ്ട എന്താണെന്ന് എനിക്കറിയാം. ആ കേറ്. ആ പോവാ. ഇങ്ങോട്ട് ഇറങ്ങടി. ഇങ്ങോട്ട് ഇറങ്ങണോ? ദേവരാജൻ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കാറാവടാ വന്നി. നിന്റെ വീടിന് വിലയിട്ട് ഞങ്ങൾ തന്ന പുത്തം കൊണ്ട് 10 സെന്റ് സ്ഥലം വാങ്ങി അവിടെ ചാഞ്ഞോണം. അല്ല പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങാനാണ് ഭാവമെങ്കിൽ തൊലച്ചു കളയും പരട്ട കിളവ. എന്റെ കൊക്കി ശ്വാസം ഉണ്ടെങ്കിൽ നിന്നെ ഒന്നും എന്റെ തറവാട്ടി വാഴിക്കത്തില്ലടാ. ഞാൻ പറയുമ്പോ അശോക് സാർ എന്താ ഇത്? ആ മാഷ് വരും പാവം, അങ്ങനെ ഒന്നും ചെയ്യില്ലേ? ആ കുട്ടി ഉപദ്രവിക്കില്ലേ? നിന്നോടല്ലേ പറഞ്ഞ അടിക്കരുന്നു? ചുരണ്ടി ചുരണ്ടി പോലീസുകാരന്റെ നെഞ്ചത്താനോടാ കളി. ആണെങ്കി
വന്നിട്ട് ഒരാഴ്ച തികച്ചായില്ലല്ലോ. അതിനു മുമ്പ് യു ഹാവ് ബിക്കം എ ബേണിംഗ് പെയിൻ ഇൻ ദ ആസ്. ഐ ഡോണ്ട് ഗെറ്റ് യു സർ. യു നോ, ഞാൻ സംസാരിക്കാം. ഐ വിൽ ഡു ദ ടോക്കിംഗ്. മിസ്റ്റർ ഭദ്രൻ, ഈ സർക്കാരിന്റെ പോലീസ് നയം വ്യക്തമാണ്, സുതാര്യമാണ്. മുഖം നോക്കാതെ എല്ലാവർക്കും തുല്യനീതി. ഒരു സിവിൽ സൊസൈറ്റിയിൽ പോലീസ് ഒരിക്കലും മാന്യത കൈവിട്ട് പെരുമാറരുതെന്ന് ഈ സർക്കാരിന് നിർബന്ധമുണ്ട്. എന്നിട്ടും പോലീസ് അതിക്രമത്തെക്കുറിച്ചുള്ള പരാതികളാണ് എങ്ങും എവിടെയും. നാട്ടുകാരുടെ നെഞ്ചത്ത് കൈത്തെരുപ്പ് തീർത്ത് രസിക്കുന്ന കാട്ടാളന്മാരെ ഫോഴ്സിന് ആവശ്യമില്ല. ഫോർ ഇൻസ്റ്റൻസ്, ഇന്നലത്തെ ഇൻസിഡന്റ് ഒരു കാര്യവുമില്ലാതെയാണ് താൻ ചിലരുടെ നടുറോട്ടിലിട്ട് തല്ലിച്ചതച്ചത്. ഇന്നത് പത്രത്തിന്റെ മുൻപേജ് വാർത്തയാണ്. ദാറ്റ് ടു വിത്ത് എ ടെല്ലിംഗ് ഫോട്ടോഗ്രാഫ്. ഞാൻ തന്റെ സർവീസ് റെക്കോർഡ് വെറുതെ ഒന്ന് ഓടിച്ചു നോക്കി. ഇറ്റ് ഈസ് സംവട്ട് സ്ലീസി. സ്വന്തം ശരി നാട്ടുകാരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതും കയ്യൂക്ക് കാട്ടി അവരെ വിരട്ടുന്നതും തനിക്കൊരു പതിവാണല്ലേ? ഈ മന്ത്രിസഭയുടെ പ്രതിച്ഛായ തകർക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ മുമ്പ് ഭരിച്ചവരോട് ഒടുങ്ങാത്ത കൂറുള്ള ചില IAS-കാരും പോലീസുകാരും ഒക്കെ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. എന്താ താൻ ആ കൂട്ടത്തിൽ പെടുവോ? താനെന്താ പരിഹസിക്കാണോ? അയ്യോ അല്ല സർ. പിടയുടെ മേൽ പറന്നു കയറാൻ ചിറക് വിടർത്തി നിൽക്കുന്ന ചില കൊഴുത്ത കോഴികളെയും അതിനേക്കാളും മുഴുത്ത കോഴിക്കള്ളന്മാരെയും വഹിക്കുന്ന അങ്ങയുടെ ഈ പുകഴ്പെറ്റ മന്ത്രിസഭയുടെ പ്രതിച്ഛായെക്കുറിച്ച് ഓർത്തപ്പോ ഞാൻ അറിയാതൊന്ന് ചിരിച്ചു പോയതാണ് സർ. ഞാനൊന്ന് പറയട്ടെ സർ. കണ്ടവന്റെ നെഞ്ചത്ത് കൈത്തെരുപ്പ് തീർക്കുന്ന പോലീസിന്റെ കാടത്ത് അല്ലെ? വർഗീയ ലഹളകൾ പൊട്ടിപ്പുറപ്പെടുമ്പോഴും സർക്കാരിന്റെ ഭരണപാഠവും കൊണ്ട് പൊറുതിമുട്ടിയ ജനങ്ങൾ നിങ്ങളെപ്പോലുള്ളവരെ വഴിയിൽ തടയുമ്പോഴും കോളേജ് മതിൽക്കെട്ടിനുള്ളിൽ നിന്ന് ചില MLA-മാരുടെ പ്രതിപക്ഷ സന്താനങ്ങൾ നാട്ടുകാർക്ക് നേരെ ബോംബെറിഞ്ഞ് കളിക്കുമ്പോഴും നെഞ്ചും വിരിച്ച് മുമ്പിൽ നിൽക്കാൻ അങ്ങിപ്പോൾ പുച്ഛിച്ചില്ലാതാക്കിയ കാടൻ പോലീസുകാരനില്ലേ, അവനെ ഉള്ളൂ സർ. അവൻ പ്രാണഭയം കൊണ്ട് ഓടിയാൽ അപമാനം, മേലാളന്റെ ഉത്തരവ് കേട്ട് വെടിവെച്ചാൽ സ്തോപം, വെടിവെച്ചില്ലെങ്കിൽ അത്ഭുതം, അവൻ രക്തം വാർന്ന് പെടഞ്ഞു മരിച്ചാൽ ആകാശത്തേക്ക് 3 ആചാര വെടി. അത്രേ ഉള്ളൂ. അയ്യോ, ഞാൻ ഈ പറയുന്നത് ബഹിരാകാശത്തുള്ള സകല നക്ഷത്രങ്ങളെയും പറിച്ചെടുത്ത് തോളിൽ ചാർത്തിരിക്കുന്ന അങ്ങയെപ്പോലുള്ള വലിയ ഏമാമാരെ കുറിച്ചേയല്ല, നിങ്ങളെപ്പോലുള്ളവർക്ക് വിഴുപ്പലയ്ക്കും വിടുവേല ചെയ്തും പിഴയ്ക്കുന്ന വിനീത ദാസന്മാരെ കുറിച്ചാണ്. സാമ്പത്തിക മാന്ദ്യം പരിഹരിക്കാൻ സർക്കാർ ജീവനക്കാരന്റെ വേതനത്തിൽ നിങ്ങൾ കൈയിട്ട് വാരിയപ്പോൾ പോലും പ്രതിഷേധിക്കാതെ ബെൽറ്റ് മുറുക്കി കെട്ടി പിന്നെയും നിങ്ങളെ സെല്യൂട്ട് ചെയ്ത് റാൻ മൂളി നിൽക്കുന്ന പാവം സാധാ പോലീസുകാരനില്ലേ, അവനെ കുറിച്ച്. ദാ നോക്ക്, അങ്ങനെ ഒരുത്തനെ ചവിട്ടി മെതിച്ചു ഈ ഇന്റർനാഷണൽ പുല്ലന്റെ മോൻ. ഒരു സാധു മനുഷ്യനെയും കുടുംബത്തെയും തെരുവിലേക്ക് ഇറക്കി വഴിയാധാരമാക്കി. അത് കണ്ട് ആരുടെയും രക്തം തിളച്ചില്ല, ഒരുത്തന്റെ നീതിബോധം ഉണർന്നില്ല. കുറെ നേരമായി നിന്റെ ഈ മൂപ്പിക്കല്. ഇദ്ദേഹം നല്ല ബുദ്ധി പറഞ്ഞാ നിനക്ക് അനുസരിക്കാൻ പറ്റത്തില്ലല്ലോ മോനെ. നീ വെറും സർക്കിൾ. സർക്കിൾ മീൻസ് സൈഫർ, നത്തിങ്, ശൂന്യം, വെറും പൊള്ള. നീ എത്ര ആഞ്ഞു ചവിട്ടിയാലും ക്ലച്ച് പിടിക്കത്തില്ല. കൂടുതൽ നെകളിച്ചാലേ എഴുതി തൊലച്ചുകളയും ഞാൻ. പണ്ട് നിന്നെപ്പോലൊരുത്തൻ വയ്ക്കത്തുണ്ടായിരുന്നു. ഒറ്റ കാച്ച ഫ്രണ്ട് പേജിൽ 4 കോളം. മൃതദേഹത്തിൽ കയറി മറ്റേ പണി ചെയ്തെന്ന് ചുമ്മാ. അവന്റെ പിള്ളേരും കെട്ടോളും ഞങ്ങളുടെ മുമ്പിൽ വന്ന് പെറ്റി കിടന്നു. വാർത്ത തിരുത്തണമെന്നും പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ തിരുത്തിയോ? ഏയ് ഇല്ല. അവന്റെ ജീവിതം കുട്ടിച്ചോറായി. അതാണ് ഈ പേനയുടെ ഒരു ശക്തി. എഴുതടാ നാറി എന്നെ പറ്റി ഒരു തെരക്കഥ നിന്റെ പത്രത്തില്. നട്ടാക്കിളിക്കാത്ത നുണകളുടെ 80 ലക്ഷം കോപ്പികൾ അടിച്ച് കട്ടൻ കാപ്പിക്കൊപ്പം മലയാളിക്ക് വിളമ്പുന്ന നിന്റെയൊക്കെ മുമ്പിൽ വന്ന് മുട്ടൂത്തി പ്രാർത്ഥിക്കാനൊന്നും എന്നെ കിട്ടില്ലടാ. പകരം നിന്നെ ഇങ്ങനെ പിടിച്ച് കോരവള്ളി വലിച്ചൂരി പൂളിക്കളയും ഞാൻ. പൂളി കേട്ടടാ. ഒരുപാട് പാവങ്ങളുടെ ജീവിതം മുടിച്ച ഈ വിഷസൂചി ഇനി നിന്റെ കൈ വേണ്ട. ഈ ധിക്കാരത്തിന് താൻ വലിയ വില നൽകേണ്ടി വരും. ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. നല്ല നട്ടലുള്ളവൻ ഒരു മരണമേ ഉള്ളൂ. സ്വയം വിറ്റും മറ്റുള്ളവർക്ക് കൂട്ടിക്കൊടുത്തും ജീവിക്കുന്ന തനിക്കത് മനസ്സിലാവില്ല. ചാർജ് ചെയ്ത കേസുമായി ഞാൻ മുമ്പോട്ട് പോകും. കുറ്റം ചെയ്തത് കൊടികെട്ടിയ കൊമ്പനായാലും ശരി, അവനെ ഈ ഭദ്രൻ തളച്ചിരിക്കും. ടേക്ക് മൈ വേർഡ് ഫോർ ദാറ്റ്. കേട്ടോടാ ഊമൻ കോശി.
SP അദ്ദേഹം വിളിക്കുന്നുണ്ട്. ദാ അവിടെ. സർ, ഈ സുകുമാരൻ നായർക്ക് ഇത്ര വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു? അത് എനിക്കറിയില്ല സർ. അയാളുടെ ആത്മഹത്യാക്കുറിപ്പിലെ കാര്യങ്ങൾ ബാങ്ക് മാനേജർ റാറ്റിഫൈ ചെയ്തിട്ടുണ്ട്. സാറേ, ഈ പ്രദേശത്ത് കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ കടബാധ്യത മൂലമുള്ള 12ാമത്തെ ആത്മഹത്യയാണിത്. കേരളത്തിൽ കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ ഇതുപോലെ 4000 എണ്ണമാ കഴിഞ്ഞത്. ഓ, ടെറിബിൾ. എനിക്ക് അയാളുടെ ഭാര്യയോടും സംസാരിക്കണം. ജസ്റ്റ് ഫോർ ദി സേക്ക് ഓഫ് ഇറ്റ്. താനും വാ. സർ. അമ്മേ, വെറുതെ ആശ്വാസവാക്കുകൾ പറയുന്നതിൽ അർത്ഥമില്ലെന്നറിയാം. ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യാവുന്ന സഹായങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യും. വെൽഫെയർ ഫണ്ടിൽ നിന്നൊരു തുക ആ വഴിക്ക് ശ്രമിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി അയാളുടെ പെരുമാറ്റത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും? എന്നോടൊന്നും ചോദിക്കല്ലേ സാറേ. സർ പ്ലീസ്. റഷീദ് സാർ, തനിക്ക് സുകുമാരൻ നായരെ അടുത്തറിയാമായിരുന്നോ? ഓ സാർ, എന്നോട് വലിയ കാര്യമായിരുന്നു. ആഴ്ചയിൽ ഒരു തവണയെങ്കിലും എന്നെ നിർബന്ധിച്ചിവിടെ കൊണ്ടുവരും. അത്താഴം കഴിഞ്ഞേ വിടാറുള്ളൂ. എന്താ സാർ കാര്യം? അത് താങ്കേര്, ഞാൻ പറയാം. എന്താ മോന്റെ പേര്? രവി. രവി. രവി ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? 7ല്. ഈ അങ്കിള് പറഞ്ഞു മോൻ നന്നായിട്ട് ഫുട്ബോൾ കളിക്കുന്നു. ആണോ? മോൻ ഈ വരുന്ന 10-ാം തീയതി കോഴിക്കോട് നടക്കുന്ന ഇന്റർ സ്കൂൾ മാച്ച് കളിക്കാൻ പോകുന്നുണ്ടോ? ഉണ്ടോ? അതെന്താ? ഏയ്, മോന്റെ വിഷമം അങ്കിളിനറിയാം. ഇനി അങ്കിള് പറയുന്നത് മോൻ ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു വലിയ കള്ളനെ പിടിക്കാൻ അങ്കിളിനെ സഹായിക്കാൻ നേറ്റതാ മോന്റെ അച്ഛൻ. പിന്നെ അങ്കിള് കേട്ടത് മോന്റെ അച്ഛന്റെ ആളുകൾ പറയുന്ന പോലെ മോന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്താന്ന് അങ്കിൾ വിശ്വസിക്കുന്നില്ല. മോനും അല്ലേ? എന്താ അന്ന് രാത്രി വീട്ടിൽ നടന്നതെന്ന് മോൻ അങ്കിളിനോട് പറയണം. മോന്റെ അച്ഛനെ ഇല്ലാതാക്കിയവരെ വെറുതെ വിടാൻ പാടില്ല. എന്ത് തന്നെയാണെങ്കിലും മോനി അങ്കിളിനോട് പറ. മോനോ ചേച്ചിക്കോ അമ്മയ്ക്കോ ഒരു കുഴപ്പം വരാതെ അങ്കിൾ നോക്കിക്കൊള്ളാം. ഞാനെല്ലാം പറയാം അങ്കിൾ. തക്കാളി മാത്രം കിട്ടിയില്ല, ബാക്കി നീ പറഞ്ഞതൊക്കെ വാങ്ങിയിട്ടുണ്ട്. മോനെന്തിയെ ഉറങ്ങിയോ? ഛേ, ഞാനിന്ന് നേരത്തെ വരാന്ന് പറഞ്ഞത് അവനുമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ. അടുത്ത ആഴ്ചയല്ലേ അവന്റെ മാച്ച്. നീ എന്തോന്നും മിണ്ടാത്തെ? നിനക്കെന്ത് പറ്റി? എന്ത് പറ്റി നിനക്ക്? എന്താന്ന് പറയേ? വരണം സുകുമാരൻ നായർ. ഇന്നെന്താ തിരിച്ചെത്താൻ വൈകിയോ? സ്റ്റേഷനിൽ അല്പം ജോലിത്തിരക്കുണ്ടായിരുന്നു അല്ലേ? നമ്മുടെ ആ പത്മനാഭൻ മാഷിന്റെ കേസ് സംബന്ധിച്ച ചില പേപ്പർ വർക്കും
കൂടിയാലോചനയൊക്കെ ആയിട്ട്. എന്റെ 28 വർഷത്തെ സർവീസിനിടയ്ക്ക് ഒരിക്കൽ പോലും ഞാൻ അന്യായം പ്രവർത്തിച്ചിട്ടില്ല. അത് മുതലാളിക്കും അറിയാലോ. ഞാൻ ചെയ്തത് എന്തായാലും അതെന്റെ ജോലിയുടെ ഭാഗമാണ്. അതിന് വീട് കയറി ആക്രമിക്കാൻ ശ്രമിച്ചാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുള്ളൂ. ആ ഭദ്രന്റെ മുമ്പിൽ മൊഴി കൊടുക്കുന്നതിന് മുമ്പ് താൻ എന്നെ വന്ന് കണ്ടിരുന്നെങ്കിൽ തന്നെ ഞാൻ പർച്ചേസ് ചെയ്തേനെ. പക്ഷെ ഇപ്പൊ കാര്യങ്ങൾ കൈവിട്ടു പോയി. ഇനിയിപ്പൊ എന്താ ചെയ്യുക? സുമാന്റെ മകൾ എന്താ പേര്? ആ, ശാലിനി. പഠിക്കാൻ നല്ല മിടുക്കല്ലേ? പിന്നെ കലാതിലകവും. എന്ത് ചെയ്യാം? നാളെ ഈ വീടിന്റെ പൂമുഖത്ത് തുന്നിക്കെട്ടിയ ശരീരത്തിൽ കോടി പുറപ്പെട്ട് കിടക്കുമ്പോ ഇവളെ പറ്റി പറയാൻ നാട്ടുകാർക്ക് എത്ര കഥകളുണ്ടാവും. മോൻ നന്നായിട്ട് ഫുട്ബോൾ കളിക്കല്ലേ? സോണൽ ജൂനിയർ ടീമിലൊക്കെ ഉണ്ട്, എനിക്കറിയാം. മോനി വാ, ചോദിക്കട്ടെ. വാഴ ഇനി ഒരിക്കലും കളിക്കളത്തിലിറങ്ങാൻ ഇവന്റെ ഈ കാലുകൾക്കായില്ലെങ്കിൽ കഷ്ടമല്ലേ സുകുമാരൻ നായരെ? ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാം മുതലാളി. ദയവ് ചെയ്ത് എന്റെ മക്കളെ ഉപദ്രവിക്കരുത്. മുതലാളി പറയുന്ന എന്തു വേണേലും ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. ഇവരൊന്നും ചെയ്യരുത്. തന്റെ മൊഴി ഭദ്രൻ രേഖപ്പെടുത്തിയ സ്ഥിതിക്ക് ഇനി എന്ത് എഴുതി തരും? ആ, അശോക, ഞാൻ താഴെ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ്. ജില്ലാ കാർഷിക സഹകരണ ബാങ്കിൽ നിന്നും ഞാൻ 2 ലക്ഷം രൂപ വായ്പ എടുത്തിട്ടുണ്ട്. മുടക്കം വന്ന ഗഡുക്കൾ പലിശ സഹിതം 21,000 രൂപ ഉടനെ തിരിച്ചടച്ചില്ലെങ്കിൽ ജപ്തി നടപടികൾ ഉണ്ടാവും. ഈ തുക അടയ്ക്കാൻ യാതൊരു നിർവാഹവും ഇല്ലാത്തതിനാൽ എന്റെ മുന്നിൽ ആത്മഹത്യ അല്ലാതെ അനിയ ആത്മഹത്യ അല്ലാതെ വേണ്ട മുതലാളി, വേണ്ട. ആത്മഹത്യ അല്ലാതെ ഈ തുക അടയ്ക്കാൻ യാതൊരു നിർവാഹവും ഇല്ലാത്തതിനാൽ എന്റെ മുന്നിൽ ആത്മഹത്യ അല്ലാതെ എന്റെ മരണത്തിന് ഞാൻ മാത്രമാണ് ഉത്തരവാദി. അശോക, ഇന്നു നടന്ന വ്യാപാര വികസന സമിതിയുടെ എക്സിക്യൂട്ടീവ് യോഗമെടുത്ത മുഖ്യ തീരുമാനം നിങ്ങളെ അറിയിക്കാനാണ് ഈ പത്രസമ്മേളനം. ഈ സ്ഥാപനം ഒരു രാഷ്ട്രീയ കക്ഷി രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് ആഴ്ചയിൽ 3 വട്ടം എന്റെ പടി കയറി ഇറങ്ങിയിരുന്നു ഈ അടുത്ത കാലം വരെ. ഇപ്പോ എന്നെ തള്ളി പറഞ്ഞിട്ട് എന്തായി? സ്വന്തം തട്ടകം കൈവിട്ടു പോയില്ലേ അനിയ? ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ സഖാവിന്റെ ഗ്രൂപ്പിനെ വെട്ടി നിരത്തിയില്ലേ? അതാ ഞാൻ പറഞ്ഞത്, എന്നെ അവഗണിച്ചുകൊണ്ട് ഒരു ശക്തിക്കും കേരളത്തിൽ നിലനിൽക്കാനാവില്ല. നിക്ക് പോലീസ് എന്താ ഇവിടെ കാര്യം? മാറ. മിസ്റ്റർ,
ആ, ഞാൻ സാറിനെ വെറുതെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന ഐ ഹാവ് എ വാറന്റ് അഗൻസ്റ്റ് യു. ഹിയർ ഇറ്റ് ഈസ്. ഭദ്രൻ, വേണ്ട മുതലാളി, ഞാൻ ചോദിക്കാം. എന്ത് കാരണത്തിനാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്? എന്തോ? ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതെന്ന്? ഏതാ മിസ്റ്റർ? എന്തിനു വേണ്ടി അറസ്റ്റ്? പോടാ. ഇവിടുത്തെ പോലീസ് ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്ന സുകുമാരൻ നായരുടെ മരണം കൊലപാതകമാണ്. ചാർജ് ചെയ്തിരിക്കുന്ന കേസിൽ മേടയിൽ ദേവരാജൻ 1-ാം പ്രതിയും മേടയിൽ അശോകൻ 2-ാം പ്രതിയുമാണ്. 3ഉം 4ഉം 5ഉം പ്രതികളായ ഫ്രാൻസിസ്, സോമശേഖരൻ, നാസർ എന്നീ വാടക ഗുണ്ടകൾ ഒളിവിലുമാണ്. ശുദ്ധസംബന്ധം. ഈ പറയുന്ന സുകുമാരൻ നായരെ ഞാൻ അറിയുകൂടിയില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിന് അയാളെ കൊല്ലണം? അതാണ്. എന്താണ് കൊലയുടെ മോട്ടീവ്? ഈ അറസ്റ്റിന് ഉന്നത അധികാരികളുടെ അനുവാദമുണ്ടോ? പറയാം. മുഖ്യമന്ത്രിയുടെ അറിവോടെയാണോ സാർ ഈ അറസ്റ്റ്? പറയാം. ഈ കേസിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താനായിട്ടുണ്ട്. അന്നൊന്നും തോന്നാത്ത ഒരു ആദി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ മാത്രം തോന്നാൻ എന്താണ് കാരണം സർ? വേണ്ട, എല്ലാവരും ശാന്തരായിരിക്കൂ. എന്റെ കൈകൾ ശുദ്ധമാണ്. എന്റെ നിരപരാധിത്വം ഞാൻ ജനങ്ങളുടെ കോടതിയിൽ തെളിയിച്ചോളാം. ഈ സ്ഥാപനത്തെ കരിവാരി തേക്കാനും എന്നെ അപകീർത്തിപ്പെടുത്താനുമുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ അറസ്റ്റ്. പക്ഷെ ഇതുകൊണ്ടൊന്നും ദേവരാജനെ ഒതുക്കാൻ ഒക്കില്ല. പോവാം ചേട്ടാ, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതാ. നമസ്കാരം. എന്താ കാര്യം? എന്താ വല്ല കോളാമ്പിയോ കിണ്ടിയോ തപ്പിയോ വന്നാണെങ്കിൽ പോയിട്ട് പിന്നെ വരണം. എനിക്ക് വേറെ ജോലിയുണ്ട്. അതിനൊന്നുമല്ല ചേട്ടാ, എനിക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം. വാട്ട് റബ്ബിഷ്! എന്റെ വീട് സെർച്ച് ചെയ്യാൻ? വകുപ്പുകളൊക്കെ ഇതിലുണ്ട്, വായിച്ചു പഠിക്കേ. റഷീദ് സാർ ഒന്നും ചേട്ടാ, ഇവിടെ ഇത് ജില്ലാ പ്രസ് കൌൺസിൽ പ്രസിഡന്റ് മിസ്റ്റർ അച്യുതൻ, അത് സെക്രട്ടറി സണ്ണി എബ്രഹാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോ സാക്ഷികളായിട്ട് കൊള്ളാവുന്ന ചില മാന്യന്മാരുള്ള നല്ലതല്ലേ? ഇല്ലെങ്കിൽ സാറ് നാളെ മനുഷ്യാവകാശ കമ്മീഷന് മുമ്പിൽ പോയി ഞാൻ പീഡിപ്പിച്ചു എന്നൊരു പരാതി കൊടുത്താൽ മോശമല്ലേ? എനിക്കൊരു ഫോൺ ചെയ്യാം. അതിനെന്താ ചെയ്യാലോ? ഹലോ ഹലോ, അതെ ചേട്ടാ, ഇങ്ങനൊരു റെയ്ഡ് നടക്കുമ്പോ നമ്മൾ അതിനോട് പൂർണ്ണമായിട്ട് സഹകരിക്കണം. നമുക്ക് ശരിയാക്കാന്നേ. സാർ, യെസ്, ഒരു പെട്ടി കിട്ടിയിട്ടുണ്ട്. ഒരു പെട്ടിയോ? ഇത് മുഴുവൻ കറൻസിയാണ് സാർ. കറൻസി? മൈ ഗുഡ്. ഓഹോ, കൊള്ളാമല്ലോ യശോധരൻ സാറേ. ഈ പെട്ടി എന്റെ അല്ല സാർ. അതാണ് കുഴപ്പം. അനധികൃതമായിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ ഉടനെ അതങ്ങ് കണ്ണുമടച്ച് നിഷേധിക്കുക. അല്ല സാർ. മൈ ഗോഡ്, ദിസ് ഈസ് കൗണ്ടർഫെയ്റ്റ് കറൻസി. ഇത് മുഴുവൻ കള്ളനോട്ടാണ്. എന്താണ് എന്റെ പെട്ടിയല്ല സാർ. റഷീദ്, വീഡിയോഗ്രാഫർ വിളിക്കും. ഇൻഫർമേഷൻ കിട്ടുമ്പോ ഇത്രയും വലിയ കോളായിരിക്കും നമ്മൾ വിചാരിച്ചില്ല അല്ലേ? അപ്പൊ റിസോർട്ടിന്റെ പുറകിൽ ഇതായിരുന്നു പരിപാടി അല്ലേ? അങ്ങോട്ട് മാറി നിൽക്കണം സാർ. എന്നെ രക്ഷിക്കണം സാർ. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം സാർ. എന്ത് വേണമെങ്കിലും ചെയ്യാം. അതെ, സാറ് നേരത്തെ പറഞ്ഞ ശരിയാണ്. ഇത് ചതിയാണ്. എല്ലാം ഞാൻ തന്നെ ചെയ്തത്. എവറിത്തിങ് ഈസ് ഫാബ്രിക്കേറ്റഡ്. പത്മനാഭൻ മാഷിന്റെ ഈ വീട് യശോധരൻ സാറിന്റെ പേരിലായതുപോലെ ഇതൊരു ചതി. സാറ് ദേവരാജൻ മുതലാളിയുടെ ബിനാമിയാണെങ്കിലും നിയമത്തിന്റെ മുമ്പിൽ ഇന്നിവിടുന്ന് കണ്ടെടുത്ത 50 ലക്ഷം രൂപയുടെ വ്യാജ നോട്ടുകൾക്ക് മുഴുവനും സാറ് തന്നെയാണ് ഉത്തരവാദി. അയ്യോ,
സോ ഇതിൽ നിന്നും തടിയൂരണമെങ്കിൽ let us strike a deal. കിട്ടിയില്ല ഇല്ല. ഈ വീടങ്ങ് പത്മനാഭ മാഷിന് തിരികെ എഴുതി കൊടുത്തേക്ക്. അയ്യോ എനിക്ക് നിർബന്ധമൊന്നുമില്ല. പക്ഷെ അടുത്ത മാസം മറ്റാണ് മൂത്തമോളുടെ കല്യാണം അല്ലേ? അത് മുടങ്ങണ്ടെന്ന് വെച്ച് പറഞ്ഞു, അത്രേ ഉള്ളൂ. സാർ വെറുതെ വേണ്ട സാറേ. മാഷിന് നിങ്ങൾ 10 ലക്ഷം രൂപയിൽ എണ്ണി കൊടുത്ത് ആ ഇരിക്കുന്ന 50 ലക്ഷം മൊത്തം നിങ്ങൾ അങ്ങ് എടുത്തോ. സമ്മതമല്ലെങ്കിൽ വാ പോവും. സാർ ഞാൻ രാവിലെ തന്നെ രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് ഒപ്പിട്ട് തരാം. അതാണ് ഗുഡ് ബോയ്. ഇനി വേണം ഒരു 4 അടിച്ചോ. ഡോക്ടർ ആരാ നിങ്ങളൊക്കെ? എന്താ ഇവിടെ കാര്യം? അയ്യോ ഡോക്ടർ, പേഷ്യന്റ് ഇത്തിരി സീരിയസാ. ഞങ്ങൾ വന്നത് ഡോക്ടർക്ക് ബുദ്ധിമുട്ടായോ? കേട്ടോ ഡോക്ടറെ, ഈയിടെയായിട്ട് ഇവന് വല്ലാത്തൊരു ബലക്കുറവ്. ഈ വിചാരിക്കണ കാര്യങ്ങളെ അങ്ങനെ അങ്ങോട്ടും നടക്കുന്നില്ല. തിരക്കിയപ്പോ എല്ലാരും പറയാ ഡോക്ടറുടെ കയ്യിൽ അതിനുള്ള മരുന്നുണ്ടെന്ന്. സത്യവാ, ഡോക്ടർ കണ്ടപ്പോഴേ എനിക്ക് ഉഷാറാവുന്നുണ്ട്. ഡോക്ടറെ പോലീസിന് ഫോൺ ചെയ്യോ? ഹലോ, നിന്റെ കെട്ടിയവനോട് പറഞ്ഞേക്കണം സർക്കിളിന്റെ പണി മാത്രം ചെയ്താൽ മതിയെന്ന്. മാസാമാസം കിട്ടുന്ന വാങ്ങി പോക്കറ്റിലിട്ട് നടന്നോണെന്ന്. അല്ല, കഴപ്പ് കൂടുതലാണേലേ വല്ല പോക്കറ്റ് അടിക്കാരന്റെയോ മുച്ചീട്ട് കളിക്കാരനോ മേത്തിട്ട് കേറാൻ പറ. ദേവരാജ മുതലാളിയുടെ ഇടപാടുകളില് ഇനിയും തലയിട്ടുകൊണ്ട് വന്നാ മോക്ക് അച്ഛനില്ലാതെ വളരേണ്ടി വരും. എന്തുണ്ടായി? അവരെല്ലാവരും കൂടെ ഇവിടെ കയറി വന്ന് എന്നെ മോളെ മോളെ ഒന്നുമില്ലടാ, പേടിക്കണ്ട. കരയല്ലേ, അച്ഛനല്ലേ, കരയല്ലേ. പേടിയെന്ന് ഞാൻ പറയുമ്പോ കേട്ടില്ലല്ലോ. ഇപ്പൊ ആ സുകുമാരൻ നേർക്ക് സംഭവിച്ചു പോലുമല്ലോ. സോറി. സാർ, സാറ് കുറിച്ച് തന്ന നമ്പറിലുള്ള വണ്ടികളെല്ലാം പിടിച്ചിട്ടുണ്ട്. ഓണർമാരും എല്ലാം കസ്റ്റഡിയിലുണ്ട്. കമോൺ, ലെറ്റ് മീ സീ. ആരാ അവരൊക്കെ? സാറ് തന്ന ലിസ്റ്റിലുള്ള വണ്ടികളുടെ ഓണർമാരാ. ഈ സി എ ജയത്തിന്റെ വീട്ടിൽ കയറി തന്തല്ലാടിയോ കാണിക്കുമല്ലോ. കയറോ, ഇങ്ങോട്ട് പോടാ. ഇതെന്താടോ, PWD ഓഫീസോ? അല്ല സാർ. പറഞ്ഞു വിടുവോ എല്ലാത്തിനെ? അപ്പോ സാറ് കണ്ട വണ്ടികൾ ഇതല്ല, വ്യാജ നമ്പർ വെച്ചിട്ടുള്ള കളികളാ സാറേ. എന്റെ ഒരു ബുദ്ധികൂർമ്മതയിൽ തെളിഞ്ഞു വരുന്നത് ഇതിന്റെ പിന്നിൽ തീവ്രവാദികളാണെന്നാണ്. ബിൻലാദനെങ്ങാനുമാണോ? സംശയമുണ്ട്. അതുകൊണ്ട് നമുക്ക് വിശദമായിട്ടൊന്ന് അന്വേഷിക്കോ. കോപ്പേ, ഇത്തരം ചില തൊട്ടി നമ്പറുകൾ വെച്ച് കൂടുതൽ അങ്ങോട്ട് പൊലിപ്പിക്കണ്ട. കേൾക്കുകയല്ല. ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. അതാണ്. അതെ ശരി.
ദേവരാജൻ മുതലാളി സിന്ദാബാദ്. അപ്പൊ എന്റെ ഊഹം തെറ്റില്ല. എനിക്കറിയായിരുന്നു അനിയൻ വരുമെന്ന്. ഉണ്ണിയിൽ അപരാധമെല്ലാം ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കും. അല്ലെങ്കിൽ നിവർന്നു നിന്ന് വീണ്ടും ഒന്ന് വെല്ലുവിളിക്കാൻ. രണ്ടിനേതിനായാലും സ്വാഗതം. നീ തീറ്റിപ്പോറ്റുന്ന കുറെ ഞാഞ്ഞൂലുകൾ കാലിന്റെ ഇടയിൽ ബൈക്കും തിരികെ എന്റെ വീട്ടിൽ കയറി ഒന്ന് വരട്ടെ ഞാൻ അങ്ങ് ചുരുണ്ടു പോന്ന് കരുതിയോടാ പുല്ലേ. ഇത് ഭദ്രനാടാ, ഭദ്രൻ. അനിയ ഭദ്ര, ജീവിതം നീ വിചാരിക്കുന്ന പോലെ അത്ര ഭദ്ര അല്ല. ചാവടുത്തവനെ കൊണ്ടുപോവാൻ നീ പരിഹസിച്ച ഈ ഞാനുള്ളികൾ ധാരാളം കേട്ടിട്ടില്ലേ? മരണം പേടിച്ച് കടലിൽ കൊട്ടാരം പണിത പരിഷത്തിനെ പുഴുവായി ചെന്ന് തക്ഷകൻ തീണ്ടിയ കഥ. വോ പുഴു പുഴു. ഉണ്ണി പിഴച്ച മൂന്നെണ്ണൊരു ചൊല്ലുണ്ട്. എനിക്ക് പിഴയ്ക്കാറില്ല, പക്ഷെ ഞാൻ പൊറുക്കാറുണ്ട് 2 തവണ. ആദ്യം നീ എന്നെ അറസ്റ്റ് ചെയ്തു, പിന്നെ ഞാൻ സ്വന്തമാക്കിയ കോഴിക്കട്ട് അറവാട് നീ തിരിച്ചു പിടിച്ചു. സോ നിനക്കുള്ള മുന്നറിയിപ്പുകൾ ഇതോടെ തീർന്നു. ഇനി ഒരിക്കൽ കൂടി നീ എന്നെ ബുദ്ധിമുട്ടിച്ചാൽ ഭദ്രന്റേതായ ഒന്നും തന്നെ ഈ ഭൂമുഖത്തുണ്ടാവില്ല. എല്ലാത്തിനെയും പർച്ചേസ് ചെയ്ത് കളയും ഞാൻ. ഗോപേ, നീ എന്നെ പർച്ചേസ് ചെയ്യോടാ, പർച്ചേസ്. വേണ്ട ശോക വേണ്ട. നമ്മൾ തമ്മിൽ ഒരിക്കൽ മുട്ടി എന്റെ തട്ടുകേട് നീ ഞവരക്കിഴി പിടിച്ച് മാറ്റിയതേ ഉള്ളൂ. വീണ്ടും നുളപ്പിച്ചുകൊണ്ട് വന്ന കേറ്റിത്തരും ഞാൻ. ഓടാ. മേടയിൽ ദേവരാജൻ, സാമൂഹിക നേതാവ്, മർദ്ദിത പ്രത്യയശാസ്ത്ര വിശാരദൻ, ആരോടും സംവാദത്തിനൊരുങ്ങുന്ന മഹാതാർക്കികൻ. ഇങ്ങനെ നീ സ്വയം എടുത്തു ചാർത്തിയിട്ടുള്ള മേലാപ്പുകൾ ഓരോന്നായി വലിച്ചു കീറി നീ എന്ന ലോകമഹാചറ്റയുടെ തനിസ്വരൂപം എല്ലാവർക്കും കാട്ടിക്കൊടുക്കുന്ന ഒരു ദിവസമുണ്ട് ദേവരാജ. അന്ന് നിന്റെ പിന്നിലുണ്ടെന്ന് നീ കരുതുന്ന ഇവരുണ്ടല്ലോ, നിന്റെ എന്തിനും ഏതിനും പോരുന്ന അണികൾ. അവർ നിനക്ക് വിധിക്കുന്ന ശിക്ഷ നിന്റെ ഉയിരോ ഉടലോ താങ്ങില്ല. മറ്റേടത്ത് ദേവരാജ, നമ്മൾ ഇനിയും കാണും മൂന്നാമതൊരിക്കൽ കൂടി. ബൈ.
നിന്നെ പൊക്കിയാലുടനെ ഇറക്കിക്കൊണ്ടുപോകാൻ നിന്റെ മറ്റവനുണ്ടല്ലോ ദേവരാജ്, അവൻ ഇങ്ങോട്ട് ഉണ്ടാക്കുമെന്ന് വിചാരിച്ചോ നീ? നീ ഞങ്ങളുടെ കസ്റ്റഡിയിലുള്ള കാര്യം ഒരു കുഞ്ഞു അറിഞ്ഞിട്ടില്ല. ഇവിടെ കിടന്ന് പുല്ല് പിടിച്ച് ചാകണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു. നിന്നെയൊക്കെ മുന്നിൽ വെച്ച് അവൻ കുറെ കളിച്ചല്ലോ ആ ദേവരാജൻ. അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് കിട്ടണം. പന്നി, ഇത് നിന്റെ അണ്ണാക്കിലോട്ടങ്ങ് കുത്തി കയറ്റിയുണ്ടല്ലോ, നിന്റെ കൂമ്പ് കിടക്കുന്ന വിര നീ കക്കും. പന്നി പറയാൻ റഷീദ്, ഇനി പറയടാ. പറയാം, എല്ലാം പറയാം. കോൺസ്റ്റബിൾ സുകുമാരൻ നായരെ കൊന്നത് ഞങ്ങളൊക്കെ കൂടിയാ. ദേവരാജ മുതലാളിയും അശോക് മുതലാളിയും ഞങ്ങളെല്ലാരും കൂടി ചേർന്ന അന്ന് രാത്രി അവിടെ പോയത്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, കേരളം കേന്ദ്രമാക്കി നമ്മൾ ബിസിനസ് റീഓർഗനൈസ് ചെയ്യുന്നു. ഇപ്പോ പോളിസി മാറിയതോടെ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ബൂം ടൈം. നിങ്ങൾ മറ്റൊന്നും ആലോചിക്കണ്ട. പട്ടാഭിരാമന്റെ വിജയവാഡ കാർട്ടൽസ് തരുന്നതിന്റെ ഇരട്ടി ബിസിനസ് ഞാൻ ഉറപ്പു തരുന്നു. ഇനിയും സംശയമുള്ളവർക്കായി ഒരു കാര്യം കൂടി. ഞാൻ ഈ സംസ്ഥാനത്തിന്റെ എക്സൈസ് വകുപ്പ് മന്ത്രിയാകാൻ പോകുന്നു. സോ ഇറ്റ് ഈസ് റോയൽ റോഡ് അഹെഡ്. കൺഗ്രാറ്റുലേഷൻസ്. വി അഗ്രി വിത്ത് യുവർ പ്രപ്പോസിഷൻ. നൗ ഐ എക്സ്പെക്ട് ജനറസ് സപ്പോർട്ട് ഫ്രം യു ആൾ. പവർ പൊളിറ്റിക്ഷൻ നിലനിൽക്കണമെങ്കിൽ ഒരുപാട് പേരെ പർച്ചേസ് ചെയ്യണം. കൂടാതെ നമ്മുടെ ബിസിനസിന്റെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കൂടി ആകുമ്പോ സോറി ഫോർ ദ ഇൻട്രൂഷൻ ജെന്റിൽമെൻ. ഏയ്, ഒച്ച വെക്കണ്ട. അരമന മുഴുവൻ അരിച്ചു പെറുക്കാനുള്ള കോർട്ട് ഓർഡറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. റഷീദ്, സെർച്ച്. ഹീസ് ഫ്രം ഇൻകം ടാക്സ് ആൻഡ് ഹീസ് ഫ്രം വിജിലൻസ്. വാവ്. ആഹാ. Money. Do you have any source for this money, gentlemen? മേഡേൽ ബ്രദേഴ്സിന്റെ കയ്യിലുള്ള കാശും കണക്കിൽപ്പെടാത്തതായിരിക്കുമല്ലോ അല്ലേ? സന്തോഷം. സാർ അകത്തുനിന്ന് കിട്ടിയതാ. ഹൈ ഫ്രീക്വൻസി വയർലെസ് സെറ്റ്. കൊള്ളാമല്ലോ മുതലാളി. മുതല് കമ്പിയില്ലാത്ത ഈ ഐറ്റവും വെച്ചോണ്ട് ആരോടാണാവോ മൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമുക്ക് പോവാം. അവിടെ മജിസ്ട്രേറ്റ് നമ്മളെയും കാത്തിരിക്കുക. വാ. അതെ, ഒരു ആദായ നികുതി കേസ് ഈ തൊണ്ടി സാധനം വെച്ച് നിനക്ക് മേടയിൽ ദേവരായ മുതലാളി ഒരു പുല്ലും ചെയ്യാനാവില്ല. ഇതിൽ നിന്ന് ഊറാൻ ഞങ്ങൾക്ക് വെറും 12 മണിക്കൂർ പോലും വേണ്ട. റഷീദ്, take him. അയ്യോ, അത് പറയാൻ വിട്ടു. മുതലാളി തട്ടിക്കളഞ്ഞൊരു ചെട്ടിയാരില്ലേ, പഴനിവേൽ ചെട്ടിയാർ. അയാൾ ഭദ്രമായി സൂക്ഷിച്ച ചില ഡോക്യുമെന്റ്സ് ഈ ഭദ്രന്റെ കയ്യിൽ കിട്ടി. ഒരു 10-15 കേസ് ചാർജ് ചെയ്യാൻ അതൊക്കെ ധാരാള. പിന്നെ അങ്ങയുടെ പ്രധാന കിങ്കരൻ ഫ്രാൻസി
എടുത്തിട്ട് നന്നായിട്ടൊന്ന് മെതിച്ചപ്പോ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു തന്നു. ഇത്തവണ പർച്ചേസ് ചെയ്യാൻ ഇത്തിരി പാടാ ദേവരാജ. റഷീദ് നീ ഒന്നോട്ടോ, ഇത് 3-ാം തവണയാ. നിന്റെ നല്ല കാലം ഇതോടെ തീർന്നു. നീ എന്നെ ഒരു മൈത്താണ്ടിയും ചെയ്യൂല. നടക്കണ ദേവരാജ. എന്താ സാറേ ഈ വെളുപ്പാങ്കാലത്ത്? ദേവരാജ മുതലാളിയും മറ്റുള്ളവരും ജാമ്യത്തിലിറങ്ങി. നിന്നെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. റിമാൻഡ് ഉറപ്പാ. കേസ് മുന്നോട്ട് പോയാ ഊരാനും പാടാ. അത്രയ്ക്ക് ബലത്തിലാ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. പക്ഷെങ്കില് മുതലാളി നിന്നെ കൈയൊഴിഞ്ഞിട്ടില്ല. നിന്നെ പുറത്തു കൊണ്ടുവരാൻ ഒരു പണി ഒപ്പിച്ചിട്ടുണ്ട്. എന്താ സാറേ? യുവർ ഓണർ, കേസ് നമ്പർ 196ന്റെ ഇനിയുള്ള പ്രതിഭാഗം വാദം പോലീസ് മാപ്പുസാക്ഷിയെ പേരുയർത്തിയിട്ടുള്ള ഫ്രാൻസിസ് ഏലിയാസ് ഫ്രാൻസിസ് ജേക്കബിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും. കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന് ഫ്രാൻസിസിനോട് മുൻവൈരാഗ്യമുണ്ടെന്നതും പോലീസിന്റെ പീഡനത്തിനും സമ്മർദ്ദത്തിനും വഴങ്ങിയാണ് ഫ്രാൻസിസ് മാപ്പുസാക്ഷിയായി വ്യാജ പ്രസ്താവന നടത്താൻ തയ്യാറായതെന്നുമുള്ള സംശയം നിലനിൽക്കുന്നതിനാൽ അയാളുടെ മൊഴി രേഖപ്പെടുത്തി വിസ്തരിക്കുവാനുള്ള അനുവാദം തരണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിക്കുന്നു. Objection, Your Honor. Wait. Produce Francis Jacob before the court. The court will hear his statement before the commencement of any argument. Francis Jacob. Francis Jacob. തികച്ചും അസാധാരണമായ സംഭവങ്ങൾക്ക് ഇന്ന് സെഷൻസ് കോടതി സാക്ഷ്യം വഹിച്ചു. കേരളം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന മേടയിൽ ദേവരാജിനെതിരെയുള്ള കേസിന്റെ വാദം ഇന്ന് തുടങ്ങാനിരിക്കെ മാപ്പുസാക്ഷിയായി മൊഴി നൽകേണ്ടിയിരുന്ന ഫ്രാൻസിസ് ജേക്കബിന്റെ ജഡം ഇന്ന് കോടതിക്കുള്ളിൽ പ്രത്യക്ഷപ്പെട്ടു. ഫ്രാൻസിസ് ഇന്ന് പുലർച്ചെ മുതൽ ലോക്കപ്പിൽ നിന്നും അപ്രത്യക്ഷനായെന്ന പോലീസിന്റെ ഔദ്യോഗിക ഭാഷ്യം ആരും മുഖവിലേക്കെടുത്തിട്ടില്ല. പൈശാചികമായി ഈ സംഭവം തന്നെ ഞെട്ടിച്ചുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈ സംഭവത്തിന് ഉത്തരവാദികൾ ആരാണെങ്കിലും ശരി, ഈ ഗവൺമെന്റ് അവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. തിടുക്കത്തിൽ CM ഭദ്രനെതിരെ നടപടിയൊന്നും എടുക്കരുത്. അയാളുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് നമ്മൾ കൂടി ഉത്തരവാദികളാ. ദേവരാജനെതിരെയുള്ള തെളിവുകൾ അയാൾക്ക് എത്തിച്ചു കൊടുത്തത് പോലും നിങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ്. അത് മറക്കരുത്. എനിക്കിതൊന്നും കേൾക്കണ്ട. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞാൻ ഒന്നിനും ഉത്തരവാദിയല്ല. എല്ലാം തന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങളാ. പിന്നെ കോടതിയിൽ നടന്ന സംഭവങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഞാൻ SP ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഓഫീസർ ഇൻചാർജ് എന്ന നിലയ്ക്ക് ആ ഭദ്രനെ സസ്പെൻഡ് ചെയ്യാൻ ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഉമ്മൻ ഘോഷിക്ക് ഒരു വിജയം കൂടി അല്ലേ? തരപ്പെടുമെങ്കിൽ അങ്ങയുടെ സർക്കാർ ഇറക്കുന്ന ഗസറ്റിൽ ഒരു വിജ്ഞാപനം കൂടി കൊടുക്കണം. എ ചേഞ്ച് ഓഫ് നെയിം. ക്രൂശിക്കപ്പെടുന്നവന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്ന് പറഞ്ഞ് കൈകഴുകി ശുദ്ധി വരുത്തിയ ആ പഴയ പുണ്യാളനില്ലേ പിലാത്തോസ്, ആ പേരാവും നിങ്ങൾ കൂടുതലാണ്. എന്താണോ ഇതൊക്കെ? സാറിന്റെ സെക്യൂരിറ്റിക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി കിട്ടിരിക്കുക. എനിക്ക് സെക്യൂരിറ്റി ഒന്നും വേണ്ട. സസ്പെൻഷനിലല്ലേ? എന്റെ സെക്യൂരിറ്റി ഞാൻ തന്നെ നോക്കിക്കോളാം. ഡിപ്പാർട്ട്മെന്റ് ഔദാര്യമൊന്നും എനിക്ക് ആവശ്യമില്ല. അല്ല സാർ, ഭീഷണിയുള്ള സ്ഥിതിക്ക് എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന്. വിളിച്ചോണ്ട് പോകല്ലേ അത്രയും. ചെല്ലേ, കൊണ്ടുപോ.
എന്താ എന്താ വന്നത്? സോറി. ഐ എം സോ സോറി ഭദ്രൻ. എനിക്ക് നിങ്ങളുടെ സസ്പെൻഷൻ തടയാനായില്ല. നിങ്ങളെപ്പോലുള്ളവരുടെ അധികാര രാഷ്ട്രീയ കളിയിൽ എപ്പോഴും ബലിയാടാവുന്നത് എന്നെ പോലുള്ളവരാ. നിങ്ങൾ എപ്പോഴും പുച്ഛിച്ച് പുലിയാട്ടുന്ന ഉദ്യോഗസ്ഥരുണ്ടാവും. ഇനി കൂടുതൽ സംസാരിച്ചാൽ നിങ്ങളുടെ പ്രായവും പദവിയും ഞാൻ മറന്നു വരും. പോവാം, നിങ്ങൾക്കും പോവാം. Just clear out. കുമാർജി, എന്നോട് പൊറുക്കണം. എല്ലാത്തിനും ഞാനാ കാരണക്കാരൻ. ഞാനിപ്പോ സംസാരിക്കുന്നത് MP സുധാകരനായിട്ടല്ല, അങ്ങയുടെ പഴയ ശിഷ്യനായിട്ടാ. എന്നെ കുമാർജി വിശ്വസിക്കണം. ഭദ്രൻ ഇനി ഇവിടെ നിൽക്കുന്നത് ആപത്താണ്. അയാൾക്ക് മാറാൻ സേഫായ ഒരിടം ഞാൻ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ലോകത്ത് കുമാർജി ഒഴികെ ആര് പറഞ്ഞാലും അയാൾ കേൾക്കില്ല. പ്ലീസ്, അയാളെ നമുക്കിവിടുന്ന് മാറ്റണം. എത്ര നാളാന്ന് വെച്ചാ ഇവിടെ ഇങ്ങനെ? തനിക്കറിയാലോ, ഇവിടെ ഇങ്ങനെ ഒരു ക്രിമിനലിനെ പോലെ ഒളിച്ചു താമസിക്കാൻ എനിക്ക് ഒരു താല്പര്യം ഉണ്ടായിട്ടല്ല. അച്ഛന്റെ വാക്കുകൾ ധിക്കരിക്കാൻ തോന്നിയില്ല, അതാ. ആ സുധാകരൻ സാർ വെറുതെ ഓരോന്ന് പറഞ്ഞ് അച്ഛനെ പേടിപ്പിച്ച കൂടിപ്പോയ ഒരാഴ്ച, അത് കഴിഞ്ഞാൽ നമ്മൾ തിരികെ പോന്നു. അച്ഛൻ പേടിച്ചാൽ എന്താ തെറ്റ്? വീട്ടിൽ ഏത് നേരം ഭീഷണി അക്രമമൊക്കെ ആയിരുന്നില്ലേ? ഇവിടെയും കരുതിയിരിക്കണമെന്നാ ആ സുധാകരൻ സാർ അച്ഛനോട് പറഞ്ഞത്. താൻ വല്ലാതെ പേടിക്കണ്ടല്ലേ? സമാധാനായിട്ടിരിക്കുക, ഒന്നും സംഭവിക്കില്ല. ഈ സ്വിച്ച് ബോർഡ് ഇതെവിടെയാണ്?
sorry, Mr. Badran. We tried our best. I'm sorry. ഭദ്രൻ, മൈ കണ്ടലൻസ്. എനിക്കറിയാം ഇതാരാ. ഭദ്രൻ, ഞങ്ങൾ ഇപ്പോ വന്നത് നിങ്ങളെ അറസ്റ്റ് ചെയ്യാനാണ്. ഫ്രാൻസിയുടെ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടിൽ നിങ്ങൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ CMന്റെ നിർദ്ദേശമുണ്ട്. ഈ പെൻ ടേക്കിംഗ് സർ. ഈ ഒരു അവസ്ഥയിൽ കുറച്ച് കടന്നുപോകുന്നറിയാം, പക്ഷേ ഞങ്ങൾക്ക് എന്നാ ചെയ്യാൻ പറ്റും സാർ? അല്ലെങ്കിലും സാറല്ലേ എപ്പോഴും പറയാറ് നിയമം അതിന്റെ വഴിക്ക് നടക്കട്ടെ എന്ന്. സാറേ, ശരിക്കും അറം പറ്റി പോലെ ആയിപ്പോയി. എന്നാ പിന്നെ നടക്കോ മറ്റോ ചെയ്യാം അല്ലേ?
ശ്രമിച്ചാലും വിധിയെ തടുക്കാനാവില്ല. ഈ ദുരന്തം അത് ഒഴിവാക്കാനായിരുന്നു ഞാൻ ശ്രമിച്ചത്. പക്ഷേ ഒന്ന് നിർത്തണം സാർ. ഈ മുതലക്കണ്ണീരിലൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ വല്ല പാർട്ടി ഗ്രൂപ്പുകളിലും മതി. എന്താണ് ഭദ്രൻ സാർ ചെയ്ത തെറ്റ്? നിങ്ങളെപ്പോലുള്ളവർ ജനങ്ങളോട് ഒരിക്കലും കാണിക്കാത്ത കൂറ് സ്വന്തം തൊഴിലിനോട് കാണിച്ചതോ? ലോക്കപ്പിനുള്ളിൽ നിന്നും ഫ്രാൻസിസ് എന്ന ഗുണ്ടയെ ഇരുചവി അറിയാതെ വെളിയിലിറക്കി കൊലപ്പെടുത്തി ജഡം മജിസ്ട്രേറ്റിന്റെ മേശയ്ക്ക് മുകളിൽ തള്ളാൻ കൽപ്പുള്ളയാൾ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ സംഭവത്തിൽ പ്രതി ഒരേ ഒരാൾ CI ഭദ്രൻ. ഭദ്രൻ സാർ ഒരുപാട് കഷ്ടപ്പെട്ട് മേടയിൽ ദേവരാജനെതിരെ ചാർജ് ചെയ്ത കേസുകളുണ്ട്. അതിൽ ചിലതിനൊക്കെ തെളിവ് സംഘടിപ്പിച്ചു കൊടുത്ത സാറ് തന്നെയാണല്ലോ. എന്നിട്ട് അതിന്റെയൊക്കെ അന്വേഷണം എവിടം വരെയായി? എല്ലാം കെട്ടിച്ചമച്ച കോപ്പുകളാണെന്ന് പത്രങ്ങളിൽ പരമ്പര വരുന്നു. ഭദ്രൻ സാറിന്റെ മകൾക്ക് സംഭവിച്ചതിന് പിന്നിലും ആരാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ പോലീസ് ഇപ്പോഴും പ്രതികളെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാത്തിനും ഒടുവിലൂടെ ദുഃഖം അറിയിക്കാൻ ലജ്ജ തോന്നില്ല സാറിന്? ഉണ്ട്, ലജ്ജ തോന്നുന്നുണ്ട്. ഈ വീട്ടിൽ വെച്ച് എന്നോട് കുമാർജി ചോദിച്ചു, എന്റെ ഈ വെളുപ്പിൽ സ്വാർത്ഥതയുടെ കറ പുരണ്ടിട്ടില്ലേ എന്ന്. ചോദ്യം സത്യമായിരുന്നതുകൊണ്ട് അന്ന് ഞാൻ ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഇപ്പോ ആത്മാവിൽ തൊട്ട് ഞാൻ പറയുന്നു, ഈ സുധാകരൻ ഇനി രാഷ്ട്രീയത്തിൽ ഉണ്ടാവില്ല. എനിക്ക് ആരോടും നീതി പുലർത്താനായില്ല. കുമാർജിയോട്, ഭദ്രനോട്, എന്തിന് വോട്ട് തന്ന് ജയിപ്പിച്ച ജനങ്ങളോട് പോലും. ഇത് ജാതിയും ചതിയും ലഹരിയും മൂലധനമായുള്ള ദേവരാജന്മാരുടെ കാലമാണ്. അറിഞ്ഞില്ലേ, മേടയിൽ ദേവരാജൻ സംസ്ഥാനത്തിന്റെ എക്സൈസ് വകുപ്പ് മന്ത്രിയാവാൻ പോവുകയാണ്. അഷ്ടമംഗല്യ പ്രശ്നം നടത്തി ജ്യോതിഷ വിധി പ്രകാരം മഹാതാന്ത്രികരെ വരുത്തി ദേവരാജൻ ഇപ്പോ ഒരു ഹോമത്തിനൊരുങ്ങുകയാണ്. ഹോമമല്ല, യാഗം. ചക്രവർത്തി പദം പോകുന്നതിന് മുമ്പ് ദേവകളെ പ്രീണിപ്പിക്കുന്നത് പണ്ടും പതിവുള്ളതാണ്. പക്ഷേ ഒരു ഗംഗയ്ക്കും അവനെ ശുദ്ധി വരുത്താനാവില്ല. അവന്റെ പാപങ്ങൾ ദഹിപ്പിച്ചു കളയാൻ ഒരഗ്നിക്കുമാവില്ല. നിനക്ക് കിട്ടിയതൊന്നും പോരല്ലടാ. ഒരു പുണ്യകർമ്മം നടക്കുമ്പോ അലമ്പുണ്ടാക്കാതെ ഇറങ്ങി പോടാ പറ്റി. ഇറങ്ങി എടാ മോനെ റഷീദെ, ഇവൻ പറയുന്ന കേട്ട് നീ നിന്റെ ഭാവി തുലയ്ക്കരുത്. നീ ഇപ്പോഴും സർവീസിലുള്ളവന്, അതും എന്റെ സ്റ്റേഷനിൽ തന്നെ. അതിവേഗം വിട്ടോ. നിന്നെ പോലൊരു തെണ്ടിക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ സല്യൂട്ടായത്. എന്തു സംഭവിച്ചാലും യാഗം മുടങ്ങരുത്. തന്ത്രി പറഞ്ഞു തരുന്ന മന്ത്രം ലക്ഷം തവണ ഉരുവിടാതെ എനിക്ക് ഈ പീഠം വിടാനാവില്ല. ചെന്നവനെ തടയേ.
യാഗശാലയിൽ കുരുതി നടക്കുന്നതിൽ തെറ്റില്ല. വിശേഷിച്ചും യാഗം വിഘ്നപ്പെടുത്താൻ വരുന്നവന്റെ കുരുതി. എടാ ഒരുപാട് പേരെ പർച്ചേസ് ചെയ്ത് ഒരുപാട് പേരുടെ ജീവനെടുത്ത നിന്റെ കയ്യ്, നാറിയ കയ്യ്, അത് ഞാനങ്ങ് എടുക്കുക.
വൃത്തികെട്ട കാലുതൊട്ടി മണ്ണിന് കളങ്കപ്പെടരുത്. പോ പോ. ഇല്ല, കൊല്ലില്ല, കൊല്ലില്ല നിന്നെ ഞാൻ. കൊന്ന നീ രക്തസാക്ഷിയായി പോവും. നിന്റെ ഛായാചിത്രങ്ങളിലും പ്രതിമകളിലും നിന്റെ ഭക്തർ പുഷ്പാർച്ചന നടത്തും. അത് വേണ്ട, നീ ജീവിക്കണം. ഈ പാതിവെന്ത ദേഹത്തിൽ ഞാൻ ദാനം തന്ന ജീവനുമായി സ്വന്തം പാപങ്ങൾ നിന്നെ വേട്ടയാടുന്നത് ഈ ഒറ്റ കണ്ണു വെച്ച് നീ കാണണം. പോ പോ.